अस्सलाम वालेकुम। वालेकुम अस्सलाम। वालेकुम अस्सलाम वरहमतुल्लाह। വോയിസ് ക്ലിയർ അല്ലേ? വോയിസ് ക്ലിയർ ആണല്ലോ അല്ലെ? യെസ്. ക്ലിയർ ആണ്. ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അയ്യുഹൽ അള്ളൈഫുൽ കരീം വത്തുല്ലാബുൽ അഇസ്സാ, نحن نجتمع في هذه الليلة المباركة في جلسة الافتتاح في دورة الترجمة تحت إشراف أكاديمية العلوم. ഏകദേശം 2.5 വർഷങ്ങൾക്ക് മുമ്പ് അല്ലിയൂൻ അക്കാഡമി തുടങ്ങി വെച്ച ചെറിയൊരു കോഴ്സാണ് അറബിക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ആ ഒരു യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് 24ാമത്തെ ബാച്ചിലാണ്. സ്വാഭാവികമായും 24 ബാച്ചേ ആയിട്ടുള്ളൂ എന്ന് സ്വാഭാവികമായിട്ടും ചോദ്യം വന്നേക്കാം. ആ ചോദ്യത്തിനുള്ള മറുപടി, ഓരോ 2 മാസം കൂടുമ്പോഴാണ് അല്ലിയൂൻ അക്കാഡമി ഒരു ബാച്ച് ആരംഭിക്കാറുള്ളത്. നിലവിൽ ജോയിൻ ചെയ്ത ബാച്ചിൽ ഏകദേശം 60% കോഴ്സ് പൂർത്തിയാകുമ്പോഴാണ് അടുത്ത ബാച്ചിന്റെ അഡ്മിഷൻ നമ്മൾ ആരംഭിക്കുന്നത്. ആ ഒരു ഡ്യൂറേഷൻ കണക്കിലെടുത്തിട്ടാണ് ഇന്ന് നമ്മൾ 24ാമത്തെ ബാച്ചിന്റെ ഇനാഗ്രേഷൻ. ആൺകുട്ടികളുടെ ബാച്ചിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ 7ാമത്തെ ബാച്ച്. ആൺകുട്ടികളുടെ ബാച്ച് 1.5 വർഷത്തിന്റെ ശേഷമാണ് നമ്മൾ ആരംഭിക്കുന്നത്. ആദ്യം നമ്മൾ ആരംഭിച്ചത് പെൺകുട്ടികൾക്കുള്ള ബാച്ചായിരുന്നു. അങ്ങനെ പെൺകുട്ടികൾക്ക് വർക്ക് ഫ്രം ഹോം എന്നുള്ള നിലക്കൊക്കെ ഒരുപാട് ജോലി സാധ്യത, പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോ ആൺകുട്ടികൾ ചോദിക്കാൻ തുടങ്ങി, ഞങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഇല്ലേ എന്ന്. ആ ഒരു അടിസ്ഥാനത്തിലാണ് ആൺകുട്ടികൾക്ക് 2 മാസത്തെ GCC റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ട്രാൻസ്ലേഷൻ നമ്മൾ തുടങ്ങുന്നത്. അതിന്റെ 7ാമത്തെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ഭാഗ്യം കിട്ടിയവരാണ് ഇന്ന് നമ്മുടെ ഈ ഒരു ബാച്ചിൽ ഉള്ളത്. അപ്പോൾ എന്തുകൊണ്ട് 3 മാസം പെൺകുട്ടികൾക്ക്, ഞങ്ങൾക്ക് 2 മാസമേ ഉള്ളൂ എന്ന് ഒരു ചോദ്യം ഉയർന്നേക്കാം. അതിനുള്ള മറുപടി, പെൺകുട്ടികൾക്ക് 3 മാസം പഠിപ്പിക്കുന്നത് ആൺകുട്ടികൾക്ക് 2 മാസം പഠിപ്പിക്കും. കാരണം ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വീട്ടുജോലി ചെയ്യേണ്ട ആവശ്യമില്ല, മക്കളെ പരിപാലിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ അവർക്ക് തണലേകേണ്ട ആൾക്കാരാണ്. അപ്പൊ 1 മാസം മുന്നേ നമുക്ക് ജോബിലേക്കുള്ള എൻട്രിയും അതുപോലെ തന്നെ ട്രെയിനിങ് ഇന്റേൺഷിപ്പിലേക്കൊക്കെ എൻട്രി ചെയ്യാൻ കഴിഞ്ഞാൽ അത്രയും സമയം നമുക്ക് ലാഭിക്കാനും നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യാനും നമുക്ക് സമയമുണ്ടാകും. നിലവിൽ പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റും നിങ്ങളെ പഠിപ്പിക്കുന്നില്ല, മറിച്ച് നിങ്ങളെ പഠിപ്പിക്കുന്നത് GCC കൺട്രീസിൽ ട്രാൻസ്ലേഷൻ സർവീസ് സെന്ററുകളിൽ വരുന്ന പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകളാണ് പഠിപ്പിക്കുന്നത്. അതോടൊപ്പം ഓരോ ദിവസവും നിങ്ങൾക്ക് പരിശീലിക്കാനുള്ള ചെറിയ ഡോക്യുമെന്റും തരും. അങ്ങനെ 32 ഒഫീഷ്യൽ ഡോക്യുമെന്റ് ക്ലാസ്സുകളും 40 വർക്ക്ഷീറ്റുകളുമാണ് 2 മാസം കൊണ്ട് നിങ്ങൾ പരിശീലിക്കാൻ പോകുന്നത്. റെക്കോർഡ് ക്ലാസ്സുകളുടെ വാല്യൂ എന്ന് പറയുന്നത് നിലവിൽ
ഗൾഫിൽ ജോലി ചെയ്യുന്ന ട്രാൻസ്ലേറ്റേഴ്സ് എടുത്ത ക്ലാസ്സുകളാണ് നമ്മൾ ഷെയർ ചെയ്യപ്പെടാം മെന്റർമാരുടെ. അതുപോലെ തന്നെ ആഴ്ചയിൽ 2 ലൈവ് സെഷനാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഒന്ന് ബുധനാഴ്ചകളിൽ കേരളത്തിൽ തന്നെ അറിയപ്പെട്ട ഒരു ട്രാൻസ്ലേറ്ററാണ് അമാനത്തുള്ള ഫൈസി ഉസ്താദിന്റെ ബുധനാഴ്ചകളിലെ കോമൺ ആയിട്ട് അല്ലിൻ അക്കാഡമിയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും കൊടുക്കുന്ന ഒരു ക്ലാസ് ബുധനാഴ്ച നടക്കും. അത് ലൈവായിട്ട് ഒരു ഡോക്യുമെന്റ് എങ്ങനെയാണ് ചെയ്യുക എന്നാണ് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വീക്കെൻഡിൽ അല്ലിൻ അക്കാഡമിയുടെ ലൈവ് സെഷൻ ഉണ്ടാകും. അത് നിങ്ങളുടെ മെന്റർ തന്നെയായിരിക്കും ക്ലാസ് എടുക്കുക. എങ്ങനെയാണ് ഒരു ട്രാൻസ്ലേറ്റർ ആവേണ്ടത് എന്നുള്ള കൃത്യമായ ഒരു മാപ്പിംഗ് നിങ്ങൾക്ക് വരച്ചു തരാനുള്ള ലൈവ് സെഷൻ ആയിരിക്കും ഉണ്ടാവുക. നിലവിൽ ഇന്ത്യയിലെയും അതുപോലെ തന്നെ ലോകത്തിലെയും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളുടെ സിലബസിൽ നിന്നും പെറുക്കിയെടുത്ത പ്രധാനപ്പെട്ട 12ഓളം വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ലൈവ് സെഷനാണ് ഇതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോ ലൈവ് സെഷനിൽ ലൈവായി ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ട് പരിശീലിക്കുകയും അറിവ് നേരുകയും ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചില ആളുകൾ റെക്കോർഡ് ക്ലാസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അല്ലിൻ അക്കാഡമി റെക്കോർഡ് ക്ലാസ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അക്കാഡമിയല്ല. കാരണം നമ്മളുടെ ഫോണിൽ തന്നെ 100 കണക്കിന് റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. ഒരാളും അതിലേക്ക് പിന്നീട് പോയി കേട്ട് എഴുതി വെക്കുന്ന ഒരു ശീലം നമുക്ക് പണ്ടേ ഇല്ലാത്തത് കൊണ്ട് റെക്കോർഡ് ക്ലാസ്സുകൾക്ക് നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരു പ്രോത്സാഹനം നൽകാറില്ല. മറിച്ച് ലൈവ് സെഷൻ ഉള്ള ദിവസങ്ങളിൽ ആർക്കെങ്കിലും ഹോസ്പിറ്റൽ കേസുകൾ അങ്ങനത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ മെന്ററോട് പറയുന്നവർക്ക് നമ്മൾ പേഴ്സണലായിട്ട് അയച്ചു കൊടുക്കും. അപ്പൊ റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ്, പക്ഷെ അത് നമ്മൾ എന്താക്കുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം ലൈവ് ആയിട്ടുള്ള ആ ഒരു ഇന്ററാക്ഷനിൽ ഒരു 40-45 മിനിറ്റിൽ നമുക്ക് കിട്ടുന്നത് ലൈവിലൂടെ കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യപ്പെടണം എന്നില്ല. അതാണ് നമ്മുടെ ലൈവ് സെഷന്റെ കാര്യം. അതുപോലെ തന്നെ കാരണം ഈ കോഴ്സിന്റെ ഒരു രീതി ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ എല്ലാവരും നമ്മുടെ കോഴ്സിലേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 2 മാസത്തെ കോഴ്സ് പൂർത്തിയാക്കിയാൽ പിന്നീട് നിങ്ങൾക്ക് 2 മാസത്തെ ട്രെയിനിങ് പ്രോഗ്രാം, അതിന് മുന്നേ കോഴ്സിന്റെ ഭാഗമായിട്ട് 2 പ്രൊജക്റ്റ് നിങ്ങൾക്ക് ചെയ്യാനുണ്ടാകും. അതിന് ശേഷം ഫൈനൽ എക്സാമിനേഷൻ ഉണ്ടാകും. എക്സാമിൽ ഇപ്പോൾ നിലവിൽ 50% മാർക്ക് വാങ്ങിയാൽ വിജയിക്കും എന്നുള്ള ഒരു കണ്ടീഷനാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. നിങ്ങൾ ബുദ്ധിശാലികളാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് 60-65% ആക്കി കൂട്ടുകയും ചെയ്യാം നിങ്ങളുടെ പ്രപ്പോസൽ അനുസരിച്ച്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും, പുസ്തകം ഇങ്ങനെ 50% ഒന്നും പോരാ, നമുക്ക് 65% ആക്കാന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് വില്ലിങ് ആണ്. അതിനുശേഷമാണ് ഞാൻ ഈ പറഞ്ഞ ട്രെയിനിങ് പ്രോഗ്രാം. അഥവാ നമുക്ക് ഏകദേശം 8ഓളം വരുന്ന ഖത്തറിലും ഷാർജയിലും ഒക്കെയുള്ള ടൈപ്പിംഗ് സെന്ററുമായിട്ട് കണക്ഷൻ ഉണ്ട്. അവർക്ക് വരുന്ന വർക്കുകൾ നിങ്ങൾക്ക് പരിശീലിക്കാൻ വേണ്ടി നമ്മൾ അയച്ചു തരും. അത് കൃത്യമായി സമയബന്ധിതമായി ചെയ്യുന്ന ആളുകൾക്ക് ഇന്റേൺഷിപ്പിനുള്ള അവസരം ഉണ്ടാവും. അപ്പൊ ട്രെയിനിങ് എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടും, ഇന്റേൺഷിപ്പിലേക്ക് എല്ലാവർക്കും കിട്ടൂല. ആ ഇന്റേൺഷിപ്പിലേക്ക് കിട്ടണമെങ്കിൽ ട്രെയിനിങ് സമയത്ത് അല്ലിൻ അക്കാഡമി നൽകുന്ന ഡോക്യുമെന്റുകൾ സമയബന്ധിതമായി അയക്കുന്ന ആളുകൾക്കാണ് ലഭിക്കുക. അതിന് ഇന്റേൺഷിപ്പിലേക്ക് നിങ്ങൾ എൻട്രി ചെയ്താൽ അതിന്റെ ഒരു ഹിക്മത്ത് എന്ന് പറയുന്നത്, നിങ്ങളിപ്പോ 2 മാസം കൊണ്ട് എക്സ്പേർട്ട് ആവും എന്നൊന്നും ഞങ്ങൾക്ക് വാദമില്ല. അത് ചിലപ്പോൾ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം ഇതിൽ ആദ്യമായിട്ടൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ നമ്മുടെ ലാംഗ്വേജ് പ്രൊഫഷൻസി ചിലപ്പോൾ കുറവായിരിക്കും. ഒന്നുകിൽ ബിഗിനിങ് ആയിരിക്കും, ഇന്റർമീഡിയറ്റ് ആയിരിക്കും, അഡ്വാൻസ്ഡ് ആയിരിക്കും. എങ്ങനെയാണെങ്കിലും നമ്മൾ ബിഗിനിങ് മുതലാണ് തുടങ്ങുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അവർക്ക് വായനയിലൂടെയും നിരന്തരമായിട്ടുള്ള പരിശീലനത്തോടെയും നമ്മൾ ഇങ്ങനെ കയറി ഗ്രാജ്വലി ആണ് നമുക്ക് വളർച്ച ഉണ്ടാകുന്നത്. അത് പറയാനുള്ള കാരണം, മലയാളികളുടെ പൊതുവെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് വൈകുന്നേരം 5 മണിക്ക് ജോയിൻ ചെയ്താൽ പിറ്റേ ദിവസം 6 മണിയാകുമ്പോഴേക്കും സായിപ്പിനെ പോലെ സംസാരിക്കണമെന്ന് അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു വ്യാമോഹം ഉണ്ടാവും. അത് നമ്മൾ പ്രോത്സാഹിക്കപ്പെടാത്ത കാര്യമാണ്. 2 മാസം കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം
60% സ്കില്ല് ഞങ്ങൾ പറയുന്ന ഗൈഡ് ലൈൻസിലൂടെ പോയാൽ നിങ്ങൾക്ക് ലഭിക്കും. അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സ്കില്ല് ലഭിക്കുക അലിയുൻ അക്കാഡമി നൽകുന്ന വർക്ക്ഷീറ്റിലൂടെയാണ്. വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് ഓരോ ദിവസവും നിങ്ങൾക്ക് ഉറങ്ങുന്നതിന്റെ മുന്നേ കംപ്ലീറ്റ് ചെയ്യാനുള്ള ചെറിയ ഡോക്യുമെന്റ് ടാസ്കുകൾ ഉണ്ടാവും. ആ ടാസ്കുകൾ നിങ്ങളുടെ ബെഡ് ടൈം എപ്പോഴാണോ, ചില ആളുകൾ 7 മണിക്ക് ഉറങ്ങുന്നവരുണ്ടാവും, ചിലർ 10 മണിക്ക് ഉറങ്ങുന്നവരുണ്ടാവും, ചിലർ പുലർച്ചെ 3 മണിക്ക് ഉറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ബെഡ് ടൈം എപ്പോഴാണോ ആ സമയത്തിന്റെ മുന്നേ വർക്ക്ഷീറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ആയിരിക്കണം. അത് അനലൈസ് ചെയ്യാൻ പ്രത്യേക എക്സൽ ഷീറ്റിൽ നിർമ്മിച്ച വർക്ക്ഷീറ്റിന്റെ നിങ്ങൾക്ക് ആഴ്ചയിൽ അയക്കുന്ന വർക്ക്ഷീറ്റ് കംപ്ലീഷൻ ചാർട്ട് ഉണ്ടാവും. അതിൽ ഓരോ ദിവസവും അനലൈസ് ചെയ്താൽ, ഇപ്പോൾ റൌഫ് 4 ചെയ്തിട്ടുള്ളൂ, മിൻഹാജ് 2 ചെയ്തിട്ടുള്ളൂ, ബുധനും വ്യാഴവും ചെയ്തിട്ടില്ല, അങ്ങനെ ഓരോ ദിവസവും ചെയ്യാത്തത് ഇങ്ങനെ വേർതിരിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ഗ്രൂപ്പിൽ കാണാം. അപ്പൊ ഇത്രയും എഫേർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ ഈ കോഴ്സ് നടത്തുന്നത്. എന്നാൽ പുറത്ത് ചോദിക്കാൻ അത് കഴിഞ്ഞിട്ട് ചോദിക്കാം. ഞാൻ കഴിഞ്ഞിട്ട് ചോദിക്കാം, നിങ്ങൾ ഡൗട്ടുകൾ എഴുതി വെച്ചോളൂ. നമ്മളെ ഇനാഗ്രേഷൻ ടോക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും വരും, അപ്പൊ നമുക്ക് ചോദിക്കാം. അപ്പോ ആ ഒരു പ്രവൃത്തി നമ്മൾ കണിശമായി നമ്മൾ പിന്തുടരുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയൊരു സ്കില്ലുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞാൽ നിങ്ങളെ അലുമിനി ഗ്രൂപ്പിലേക്ക് ഞങ്ങൾ മാറ്റും. അതിലാണ് ജോബ് സാധ്യതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻസുകൾ ഞങ്ങൾ പാസ് ചെയ്യുന്നത്. ഇന്നും അജ്മാനിൽ ഒരു ടൈപ്പിംഗ് സെന്ററിലേക്ക് നമ്മുടെ അക്കാഡമിയിൽ നിന്നും ഒരാളെ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച മദീന സൂപ്പർ മാർക്കറ്റ്, അബുദാബിയിലെ കുറച്ച് ശൃംഖലകളാണ് മദീന സൂപ്പർ മാർക്കറ്റ്, അവിടെ അതിന്റെ മാനേജർ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും നമ്മുടെ അക്കാഡമിയിൽ നിന്ന് 3 ആളുകളെ അങ്ങോട്ടേക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇന്റർവ്യൂവും കാര്യങ്ങളും അവരുടെ സ്കില്ല് അനുസരിച്ചിട്ട് അവരെന്താക്കും. അപ്പൊ അവസരങ്ങൾ നമുക്കുണ്ട്. ആ അവസരങ്ങളിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട വലിയ ദൗത്യം എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങളിൽ നിന്നും ഫീസ് വാങ്ങി ഈ 2 മാസം കോഴ്സ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഞങ്ങൾ ജോലി തരും, നിങ്ങളെല്ലാവരെയും ഇവിടുന്ന് ടിക്കറ്റ് ഒക്കെ നൽകി ഖത്തർ എയർലൈൻസിൽ ഖത്തറിലേക്ക് വിടുന്നൊന്നും വീരവാദം ഞങ്ങൾക്കില്ല. നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുവോ അതിനനുസരിച്ച് നിങ്ങളിൽ റിസൾട്ട് ഉണ്ടാകും. ആ റിസൾട്ടിലൂടെ ഞങ്ങൾക്ക് വരുന്ന റിക്വയർമെന്റ് അനുസരിച്ച് എല്ലാവിധ സപ്പോർട്ടും. ഇനി നിങ്ങൾ പറയാണ്, സാർ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ജോബ് അവസരം വന്നിട്ടുണ്ട്, ഞങ്ങളെ ഒന്ന് റിക്വസ്റ്റ് ചെയ്തു തരാമോ? ഒരു ജോബ് സാധ്യത ആണല്ലോ. കാരണം റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ നമ്മളെ സെയ്ദ് മുഹമ്മദ് സാർ അതിനെ കുറിച്ചിട്ടൊക്കെ പറയും. അപ്പോ അതൊക്കെ ഞങ്ങൾ അക്കാഡമിക്ക് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ വെറും ജോലി എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് കരിയറിൽ എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റോ അതെല്ലാം അല്ലുവിൻ അക്കാഡമി നിങ്ങൾക്ക് ചെയ്തു തരും. നിങ്ങൾ ചെയ്യേണ്ടത് 2 കാര്യം മാത്രം. ഒന്ന്, ഞങ്ങൾ നൽകുന്ന ക്ലാസ്സുകളും വർക്ക്ഷീറ്റുകളും ലൈവ് സെഷൻസ് ഒക്കെ മുടങ്ങാതെ അതൊരു പാഷനായി, അതൊരു ഗോളായിട്ട് എടുക്കുകയും അതുപോലെ തന്നെ മറ്റുള്ള അറബി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് പുരോഗതി വേണം, അതുപോലെ തന്നെ കാലികമായി ഇടപെടാനുള്ള കഴിവ് വേണം. AI പല ആളുകളുടെയും ഒരു ഇതാണ് AI. ഇൻഷാ അല്ലാഹ് ഗസ്റ്റ് അതൊക്കെ പറയായിരിക്കും. അപ്പൊ AI-ന്റെ കാലഘട്ടം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോ ആ ലെവലിലേക്കൊക്കെ ഉയർന്ന് അപ്ഗ്രേഡ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഫലം ചെയ്യും. അതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇന്ന് നമുക്ക് ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് ഞാൻ അറബിയെ ആയിരുന്നു മനസ്സിൽ കണ്ടിരുന്നത്. അല്ലുവിൻ അക്കാഡമിയുടെ ലൈവ് സെഷനിൽ അറബികളില്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടാവാറില്ല. അങ്ങനെ ഒരു അന്വേഷണത്തിലാണ് ഞാൻ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് സെയ്ദ് മുഹമ്മദ് സാർ, റിസർച്ച് സ്കോളറും കൂടിയാണ്, അവരുടെ പ്രൊഫൈല് കാണുകയും അവരെ കോണ്ടാക്ട് ചെയ്യുകയും ഞങ്ങള് ചെറിയ രൂപത്തിൽ മുന്നേ പരിചയം ഉണ്ട് എന്ന് മനസ്സിലായി. കാരണം എനിക്ക് തോന്നുന്നു കേരള യൂണിവേഴ്സിറ്റിയിലെ ഒരു പേപ്പർ പ്രസന്റേഷൻ അല്ലേ നമ്മൾ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ അന്ന് PG ഫറൂഖ് കോളേജിൽ പഠിക്കുന്ന സമയമാണ്. അപ്പോ
അന്നേ മുതൽ അഥവാ പഠിക്കുന്ന കാലഘട്ടം മുതലേ അറബി ഭാഷയോട് വലിയ രൂപത്തിലുള്ള അഭിരുചിയും, അതുപോലെ തന്നെ ചെറുപ്പം മുതലേ ഈ പേപ്പർ പ്രസന്റേഷൻ, എഴുത്ത്, ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള വിഷയങ്ങളിലെ ഗഹനമായിട്ടുള്ള പഠനങ്ങൾ, അതുപോലെ തന്നെ നിലവിൽ ഫോറിൻ ലാംഗ്വേജസുകൾ, തുർക്കി ഭാഷയും അതുപോലെ തന്നെ മറ്റു പല ഫോറിൻ ഭാഷകളൊക്കെ കൈവശമുള്ള ഒരു ഗസ്റ്റിനെ കിട്ടിയപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇനി ഒരു അറബിന്റെ ആവശ്യമില്ല എന്ന്. കാരണം സംവദിക്കുന്നത് മുഴുവനും മലയാളികളായതുകൊണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ മേഖലയിൽ എനിക്ക് തോന്നുന്നു 5 വർഷത്തിലേറെ ഫ്രീലാൻസ് ആയിട്ടും അല്ലാതെയും ഇപ്പോഴും ട്രാൻസ്ലേഷൻ വർക്കുകൾ, പ്രത്യേകിച്ച് ലീഗൽ ട്രാൻസ്ലേഷൻ മേഖലയിൽ നല്ല കഴിവുള്ള ഒരു ഗസ്റ്റാണ് സെയ്ദ് മുഹമ്മദ് സാർ എന്ന് പറയുന്നത്. നിലവിൽ അൽഹംദുലില്ലാ റിസർച്ച് സ്കോളറും കൂടിയാണ്. ഇൻഷാ അള്ളാ അടുത്ത് തന്നെ നമുക്ക് ഡോക്ടർ സെയ്ദ് മുഹമ്മദ് എന്ന് വിളിക്കാനും സാധിക്കും. നമ്മളെ അലിയൻ അക്കാഡമിയുടെ അക്കാഡമിക് ഡയറക്ടർ സിദ്ദീഖ് നൂറാനി അവരുടെ സുഹൃത്തും കൂടിയാണ്. ഇൻഷാ അള്ളാ അവരെ നമ്മുടെ ഈ ഒരു 24ാമത്തെ അലിയൻ തുടങ്ങി ഇന്ന് വരെ എത്തി നിൽക്കുന്ന ഈ ബാച്ചും, അതുപോലെ തന്നെ ആൺകുട്ടികളുടെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ 7ാമത്തെ ബാച്ചും ഇനാഗ്രേഷൻ ചെയ്ത് കുട്ടികൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. അലിയൻ അക്കാഡമിയുടെ ക്ഷണം സ്വീകരിച്ചതിന് ആദ്യമായി കൃതജ്ഞത അറിയിച്ചുകൊണ്ട് ക്ഷണിക്കുന്നു. മർഹബൻ ബിക് യാ ഉസ്താദുൽ കരീം. ശുക്രൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും. വീഡിയോ ഓണാക്കണ്ടല്ലോ, ഓണാക്കട്ടോ. പിന്നെ ഭാഷ മലയാളത്തിലല്ലേ, അറബികളാണ് സാധാരണ അല്ലയൂനിൽ ഗസ്റ്റുകളായിട്ടുണ്ടാവില്ലെന്ന് പറഞ്ഞു. മലയാളത്തിൽ ഓക്കെ. അപ്പോൾ ഫാസിൽ സാർ കഴിഞ്ഞ ആഴ്ച തന്നെ ബന്ധപ്പെട്ടിരുന്നു. മാഷാ അല്ലാഹ്, ഞങ്ങൾ പരിചയമുള്ള ആളുകളാണ്. അറബി ഭാഷയ്ക്ക് വളരെ അധികം ഖിദ്മത്ത് ചെയ്യുന്ന ഒരു പണ്ഡിതനും കൂടിയാണ് ഫാസിൽ സാർ. പിന്നെ രണ്ടാമത്തെ ഡയറക്ടറായ സിദ്ദീഖ് സാർ ഞങ്ങൾ ഒരുമിച്ച് ഡൽഹിയിൽ JNUവിൽ പഠിച്ചിട്ടുണ്ട്. മൂപ്പരെ ഞാൻ സീനിയർ ആയിരുന്നു 1 വർഷം. ഏതായാലും പിന്നെ വലിയൊരു ഇൻട്രൊഡക്ഷൻ തന്നെ പിന്നെ ഫാസിൽ സാർ പറഞ്ഞു. ആ ഇൻട്രൊഡക്ഷനിലേക്കൊക്കെ എത്താനുള്ള ശ്രമം നമ്മൾ നടത്തുന്നുള്ളൂ. മൂപ്പര് ഭയങ്കര ജവാദാണ് ആ വിഷയത്തിൽ, പറയുന്ന വിഷയത്തിൽ. മാഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ വിഷയം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബാച്ചിൽ കൂടുതലും ഇസ്ലാമിക് നോളജ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള, തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളാണ് കൂടുതൽ. പിന്നെ കൺവെൻഷനലായിട്ട് നമ്മളെ അറബി കോളേജുകളിൽ നിന്നൊക്കെ പഠിച്ചു വരുന്ന ആളുകളാണെന്ന്. അങ്ങനെ തന്നെ അല്ലേ സാറേ? 80% അവരാണ്, അവരാണ്. പുറത്തുനിന്നുള്ളവരുണ്ട്. ഓക്കെ. അപ്പോൾ ഇതൊരു പുതിയ ബാച്ചിൻ്റെ 24ാം ബാച്ചിൻ്റെ തുടക്കമാണ്. നമ്മൾ എന്തുകൊണ്ടാണ് തർജമ എന്നാണ് അറബിയിൽ ശരിയായ പ്രയോഗം. എന്തുകൊണ്ടാണ് ഒരു മുത്തർജിം, ഒരു ട്രാൻസ്ലേറ്റർ ആവണം, പ്രത്യേകിച്ചും ഒരു AI ഡ്രിവൺ വേൾഡ്? സോ വാട്ട്സ് ദ പോസിബിലിറ്റി ടു ബി എ ട്രാൻസ്ലേറ്റർ നൗ? ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്. എവറി ലാംഗ്വേജ് എക്സ്പെർട്ട് ഫേസ് എവറി ഡേ. ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നവർ എത്രത്തോളം ഈ AI-നെ കുറിച്ച് ബോധവാന്മാരാണോ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് ബോധവാന്മാരാണോ എന്നുള്ളത് വേറെ വിഷയം. അപ്പം നമ്മൾക്ക് തർജുമ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്രയും കുട്ടികൾ ഇതിൽ പങ്കെടുത്തത്. അതിന് ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ചും അറബി ഭാഷ ഉൾപ്പെട്ടിട്ടുള്ള ഈ കോഴ്സിന് ചേർന്നതിൽ വളരെയധികം ശ്ലാഘനീയമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്, ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ട് ഒരു മുതർജിമാവണം എന്നുള്ളത് ഒരു ചോദ്യമാണെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഈ ലോകം വളർന്നിട്ടുള്ളത് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ കാണാം, തർജമയിലൂടെയാണ്. തർജമനെ കുറിച്ച് നമ്മൾ പറയാറുള്ളത് ജിസ്റൻ, ഒരു പാലാണെന്ന്, ഒരു ബ്രിഡ്ജ്. വാട്ട് ഡസ് എ ബ്രിഡ്ജ് ഡു? ഇറ്റ് കണക്ട്സ് ബോത്ത് വേൾഡ്, ടു വേൾഡ്. ഒരു ജിസ്ർ എന്ന് പറഞ്ഞാൽ പോരാ, ജിസ്ർ 2 കരകളാണ് ബന്ധിപ്പിക്കുന്നത്. പക്ഷെ ട്രാൻസ്ലേഷൻ 2 കരകളല്ല, കൂടുതൽ കരകൾ ബന്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്.
അപ്പോൾ പഴയ നൂറ്റാണ്ടുകളിൽ ഉള്ള ചരിത്രങ്ങൾ നമുക്കറിയാം. എങ്ങനെയാണ് ഭാഷയിലൂടെയാണ് ഓരോ പുതിയ ഇൻഫോർമേഷൻ ടെക്നോളജി ഒക്കെ കൈമാറിയിരുന്നത്. അത് കിട്ടിയത് കൊണ്ടാണ് പിന്നെ ആ ഒരു ആരാണോ ഇത് സ്വീകരിച്ചത് ആ ഒരു സമൂഹം വളർന്നത്. ഉദാഹരണത്തിന് നമുക്കറിയാം ഗ്രീക്ക് അതുപോലെ തന്നെ ലാറ്റിൻ, ആ ഹവാറ സിവിലൈസേഷൻ അതിങ്ങനെ അസ്തമിച്ചു പോവുകയായിരുന്നു. ആ സമയത്താണ് അറബികൾ എന്ത് ചെയ്തു, അതിൽ നിന്ന് സ്വീകരിച്ചു. ഇത് ആ വെളിച്ചം കയ്യിൽ ഏന്തിയിട്ട് അതിനൊന്നും കൂടി വളർത്തി ടെക്നോളജിയും അതുപോലെ നോളജൊക്കെ അറബിയിലേക്ക് ആവാഹിച്ചെടുത്തു, അതൊന്നും കൂടി വികസിപ്പിച്ചു. അത് ഗ്രീക്കിൻ്റെ മാത്രമല്ല, അപ്പുറത്ത് സംസ്കൃതം അതുപോലെ തന്നെ പേർഷ്യൻ ഇതൊക്കെ ഇങ്ങനെ അസ്തമിക്കുകയായിരുന്നു. അതിനെ ഏറ്റുപിടിച്ചത് അറബികളാണ്. പിന്നെ ഒരു കാലഘട്ടം അറബികളുടെ കയ്യിൽ തന്നെയായിരുന്നു. അറബികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റിദ്ധരിക്കരുത്, അറബികൾ എന്നല്ല, അറബി ഭാഷ കൈകാര്യം ചെയ്യുന്നവർ. അതിന് ശേഷം എവിടെയൊക്കെ പോയി? അത് മംഗോളുകളുടെ ആ തകർച്ചയുടെ ഒക്കെ കാലം അറബി ഭാഷയ്ക്ക് ചെറുതായിട്ടൊരു മങ്ങലേറ്റു, അതൊരു സത്യമാണ്. അതിനുശേഷം പണ്ഡിതന്മാരൊക്കെ പിന്നെ സ്പെയിനിലേക്ക്, ഇസ്പാനിയ, അന്തുലസ്, മുസ്ലിം സ്പെയിനിലേക്ക് കുടിയേറുകയും അവിടുന്നാണ് ബാക്കിയുള്ള മോഡേൺ ആയിട്ടുള്ള വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് റിനൈസൻസിന്റെ പീരീഡൊക്കെ വരുന്നത്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ സ്കൂളുകളൊന്നും പഠിക്കാത്ത ഒരു കാര്യം ഉണ്ടാവും. നമ്മളിങ്ങനെ വിദൂരം നിന്ന് ഒരു ലാംഗ്വേജ് എക്സ്പേർട്ടാണ് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റർ ആണെന്നുള്ള ഒരു പെർസ്പെക്റ്റീവോട് നോക്കുമ്പോൾ ഇതിലൊക്കെ ഒരു ട്രാൻസ്ലേഷൻ്റെ ഒരു ഭാഷ, രണ്ട് ഭാഷകൾ തമ്മിൽ ഉള്ളതാ ഒരു ബന്ധമാണ്, അതൊരു ഒരു തബാദുലാണ്, അതൊരു എക്സ്ചേഞ്ച് ആണ്. എക്സ്ചേഞ്ചിലപ്പുറം അത് പിന്നെ ഏതാണ് വീക്കായ സമൂഹം അവരിൽ നിന്ന് പവർഫുള്ളായി അല്ലെങ്കിൽ എമർജിങ് ആയ സമൂഹം ആരാണ് അവർ ഏറ്റെടുക്കുന്നു. അങ്ങനെ ആ ഹവാറ വലുതാകുന്നു. ഞാൻ പറഞ്ഞു വന്നത് ലോകം വളർന്നിട്ടുള്ളത് അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പിന്നെ ടെക്നോളജിയൊക്കെ ഈ ഭാഷയുടെ ബാരിയർ, കമ്മ്യൂണിക്കേഷൻ ബാരിയർ, അല്ലെങ്കിൽ ഒരു ഫ്രീ ട്രാൻസിഷൻ ഓഫ് ഐഡിയ, ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ഏറ്റവും മർമ്മപ്രധാനം എന്താണ്? ഈ ലാംഗ്വേജ് എന്നുള്ള ബാരിയർ മറികടക്കുക. അതുകൊണ്ട് എങ്ങനെയെങ്കിലും എത്രയും ടെക്നോളജി ഉൾപ്പെടുത്തിയിട്ട് ഈ ഒരു ബാരിയർ കഴിഞ്ഞു കിടക്കാനുള്ള, ക്രോസ് ചെയ്യാനുള്ള ശ്രമമാണ് ലോകത്തൊക്കെ നടക്കുന്നത്, നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അറബി ഭാഷ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ AI സംവിധാനങ്ങൾക്കൊക്കെ, അറബി ഭാഷ എന്ന് മാത്രമല്ല മറ്റുള്ള ഭാഷകളൊക്കെ, അതിന് പൂർണ്ണാർത്ഥത്തിലൊന്നും ഒരിക്കലും പിന്നെ മനുഷ്യനെ മാറ്റി നിർത്തിക്കാണ്ട് റീപ്ലേസ് ചെയ്യാൻ കഴിയൂല. കാരണം AI എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്ന കോഡുകളും അതനുസരിച്ചുള്ള കാര്യങ്ങളും നമ്മൾ ട്രെയിൻ ചെയ്ത സാധനങ്ങളും, ഇനി സ്വന്തം തന്നെ ഇനിയിപ്പോൾ ജനറേറ്റീവ് AIൻ്റെ കാലമാണ്, ഇത് കഴിഞ്ഞ് സൂപ്പർ ഇൻ്റലിജൻസിൻ്റെ കാലമൊക്കെ വരാനിരിക്കുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിലും മനുഷ്യനാണ്. മനുഷ്യൻ്റെ മനസ്സിൽ പതിയുന്ന ഐഡിയകൾ, ആ ഐഡിയകൾ അത് സംസാരിച്ചിട്ടാണ് നമ്മൾ പുറത്തു വരിക. ആ ഐഡിയകൾ ആരെ തലയിലാണ് ഉദിക്കുന്നത്, അവൻ്റെ ഭാഷ ഏതാണ്, ആ ഭാഷയിൽ നിന്ന് വ്യത്യസ്ത ഭാഷയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിന് മെഷീന് പറ്റില്ല. ഓൾറെഡി ഉള്ള സാധനങ്ങൾ അതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കിയിട്ടാണ് മെഷീന് സംസാരിക്കാനും നമുക്ക് പിന്നെ പ്രൊഡക്റ്റ് ഔട്ട്പുട്ട് തരാനൊക്കെ കഴിയുള്ളൂ. അപ്പോൾ മനുഷ്യന് വ്യത്യസ്തനാണ്. അപ്പോൾ ഒരിക്കലും AI എന്നുള്ളത് നമുക്ക് തടസ്സമല്ല എന്നുള്ളതാണ് നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്. ഞാൻ കുറച്ച് പിന്നെ PPT ഒന്ന് ഷെയർ ചെയ്യണമെന്ന് കരുതിയിരുന്നു. ഫാസിൽ സാറേ, എത്ര സമയമുണ്ട്? നിങ്ങൾ സംസാരിച്ചോ. ഓക്കെ ഷെയർ ചെയ്യാൻ പറ്റും ഓപ്ഷൻ. ഓക്കെ ഓക്കെ അപ്പോൾ ട്രാൻസ്ലേഷൻ AI കാലത്തും വളരെ സാധ്യതയുള്ള ഒരു കാര്യമാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഈ അടുത്ത കാലത്ത് നടന്ന പല പഠനങ്ങളും കാണിക്കുന്നത് ട്രാൻസ്ലേഷൻ AI വന്നതുകൂടെ സാധ്യത കൂടി എന്നതാണ്. അത് ലളിതമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കാണുന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ കാണുന്നുണ്ടോ?
ടെക്നിക്കൽ എറർ ഉണ്ട്. ഞാൻ കാര്യം ഏതാണ് പറയാം. ഒരു ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള മേഖലയിൽ ജോലി ചെയ്യുന്നവരെ പോലെയല്ല. നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. വ്യത്യസ്തമായ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഒരിക്കൽ കിട്ടുന്നത്, പിന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞു GCCയിലുള്ള ട്രാൻസ്ലേഷൻ സെന്ററുകളിൽ എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ആ ഫീൽഡിലുള്ള ആളാണ്. അവിടെ സാധാരണ വിസയുടെ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് പല ഡോക്യുമെന്റ്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഉദാഹരണത്തിന് മാരേജ് സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഇതുപോലത്തെ സിവിൽ ഡോക്യുമെന്റ്സ് അത് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികൾ പേയ്മെന്റ് പിന്തിപ്പിച്ചതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കോടതിയുമായി ബന്ധപ്പെട്ട ലീഗലായിട്ടുള്ള വിഷയവും ഉള്ളത് കൊണ്ട് അവരുടെ രേഖകൾ, ആ രേഖകൾ എന്ന് പറഞ്ഞ കമ്പനിയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനീൻ്റെ മുഴുവൻ രേഖകളും ചിലപ്പോൾ ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ഇൻവോയ്സ്, അല്ലെങ്കിൽ PO, LPO, ലോക്കൽ പർച്ചേസ് ഓർഡർ, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള കുറേ ഡോക്യുമെന്റുകളുണ്ട്. ഇതാണ് നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യുക. അപ്പോൾ ട്രാൻസ്ലേഷൻ ഇപ്പോഴത്തെ ഒരു ബൂം അതാണ്. നമ്മളവിടെ കേരളത്തിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇത് പഠിക്കുക, ഇതിലെ ജോലി കണ്ടെത്തുക എന്നുള്ളതാണ്. പക്ഷെ അവിടെ കൊണ്ട് ഒതുങ്ങുന്നതല്ല ട്രാൻസ്ലേഷൻ എന്നുള്ളത്. അത് താരതമ്യേന പുതിയൊരു ഫീൽഡാണ് ഈ വിഷയം എന്ന് പറഞ്ഞാൽ. ഈ വിഷയത്തിലാണ് ഇത് ഒരു റിപ്പീറ്റേഷൻ, ഒരു പേരുകൾ മാത്രമോ അല്ലെങ്കിൽ അതിലുള്ള ഇൻഫോർമേഷൻ മാത്രമോ ചിലപ്പോൾ മാറുള്ളൂ. ചിലപ്പോൾ ഒക്കെ ഫോർമാറ്റൊക്കെ കുറേ സെയിം ആയിട്ട് വരാം. അപ്പോൾ ട്രാൻസ്ലേഷന് AI വരുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഇതൊക്കെ ഇങ്ങനെ ഇപ്പം റിപ്പീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് പരമാവധി സ്പീഡിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ നമ്മളെ ഇൻഫോർമേഷൻ ഒരു ഡാറ്റ എൻട്രി പോലെ ആഡ് ചെയ്യാൻ കഴിയും. അത് ശരിയാണ്. പക്ഷേ ഒരിക്കലും നമ്മളെ റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് എപ്പോഴും എന്ത് ചെയ്യുക, തെറ്റുകൾ വരാം. അതുകൊണ്ട് നമുക്കൊരു പോസ്റ്റ് എഡിറ്റിംഗ് എപ്പോഴും വേണ്ടി വരും. ഇത് ട്രാൻസ്ലേഷൻ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ ആകുമ്പോൾ എങ്ങനെയായാലും നമ്മൾ ആളുകളുടെ ഡാറ്റ ഒക്കെ എൻട്രി ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റകളായിരിക്കും. അപ്പോൾ നമ്മൾ വേണ്ടി വരും. പിന്നെ അത് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡോക്യുമെന്റ്സ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നിടത്ത് മാത്രം ഒതുങ്ങുന്നതല്ല. ഞാൻ പറഞ്ഞു, കൺവെൻഷനൽ ആയിട്ടുള്ള നമ്മൾ സാധാരണ ട്രാൻസ്ലേഷൻ നമ്മൾ പറയാറുണ്ട്. പുസ്തകങ്ങൾ ട്രാൻസ്ലേഷൻ ചെയ്യുക, ഐഡികൾ ട്രാൻസ്ലേഷൻ ചെയ്യുക, അത് എന്നും എന്താണ്, എന്നും വളരെയധികം സ്വാധീനമുള്ള, അതല്ലെങ്കിൽ മാർക്കറ്റുള്ളൊരു വിഷയമാണ്. അപ്പോൾ അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ, പണ്ടത്തെ കാലത്ത് ഒരു മാർക്കറ്റിംഗ് ഉണ്ടാവില്ല, തബാദുലുൽ ഇൽമ് മാത്രമേ ഉണ്ടാവും. ഇത് എങ്ങനെ മാർക്കറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ AI ഉപയോഗിച്ചുകൊണ്ട് തന്നെ. ഇപ്പൊ നമ്മളൊരു സുഹൃത്തുണ്ട്, അദ്ദേഹം ചെയ്ത് ഒരു പുസ്തകം ഒരു വ്യത്യസ്ത ഒരു ഫോറിൻ ലാംഗ്വേജിൽ നിന്ന് അതിനെ അറബിയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യുന്നു, അതിനെ അപ്ലോഡ് ചെയ്യുന്നു. ഗൂഗിളിൽ, ആമസോണിൽ അപ്ലോഡ് ചെയ്യട്ടെ, അല്ലെങ്കിൽ അതുപോലത്തെ ഈ വെബ്സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യാം. അപ്പൊ എന്താ, അതിന് നമ്മൾ ഒരു വില നിശ്ചയിക്കുന്നു. അതിൽ ഈ പ്ലാറ്റ്ഫോം കമ്പനികൾക്ക് കുറച്ച് കമ്മീഷൻ അങ്ങോട്ട് പോകും, ബാക്കിയുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ ഈ AI വന്നത് ലാംഗ്വേജ് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് തുറന്നു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇരിക്കുമ്പോൾ ചെറിയ കഥകൾ, ചെറിയ പുസ്തകങ്ങൾ, വലിയ പുസ്തകങ്ങളൊന്നും വായിക്കാൻ ആരും തയ്യാറല്ല. അപ്പോൾ നമുക്കിത് മലയാളത്തിലുള്ള ഒരു സംഭവം നമ്മൾ അറബിയിൽ എഴുതുന്നു, അറബിയിൽ എഴുതിയിട്ട് ഒരു ചെറിയൊരു പുസ്തകമാക്കിയിട്ട് അതിൽ കുറച്ചൊക്കെ ഗ്രാഫിക്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് എന്തുകൊണ്ട് നമുക്ക് ഇതുപോലത്തെ വെബ്സൈറ്റുകളിൽ അല്ലെങ്കിൽ ബ്ലോഗിൽ, അത് കൊമേഴ്സിൽ വിൽക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ കുറേ ഉണ്ട്. അവിടെയൊക്കെ അപ്ലോഡ് ചെയ്താൽ അതൊക്കെ വാങ്ങാൻ ആളുകളുണ്ട്. ചെറിയ പൈസ കൊടുത്താൽ മതി. അതിൽ ഏതെങ്കിലും പഴയ കാര്യങ്ങളല്ല വേണ്ടത്, ഇന്നത്തെ കാര്യങ്ങളാണ്. ഇന്ന് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ബന്ധിപ്പിച്ചിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എല്ലാവർക്കും ഇപ്പോൾ സ്ട്രെസ്സാണ്, സൈക്കോളജിക്കലായിട്ട് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കുറേ ആളുകൾക്ക്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സൃഷ്ടികൾ ഓതേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വരണം. നമുക്കറിയാം, ആയുൽ ഖുർആനിൻ്റെ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുന്നുണ്ടാവും, എത്ര ലളിതമായ, അതുപോലെ കുറേ ആശയങ്ങളൊക്കെ ഉണ്ടാവും. അത് അറബിയിൽ എഴുതാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാം. ഇംഗ്ലീഷിലുള്ള സാധനം അറബിയിലേക്ക് മാറ്റാം, വേറെ ലാംഗ്വേജിലുള്ള അറബിയിലേക്ക് മാറ്റാം, അറബിയിലുള്ളത് വേറെ ലാംഗ്വേജിലേക്ക് മാറ്റാം. ഇതിന് സാധ്യതകളുണ്ട്. ഒരു ഡോക്യുമെന്റ് ട്രാൻസ്ലേഷൻ ചെയ്യുക എന്നുള്ളത് മാത്രം ഒതുങ്ങുന്നതല്ല. അപ്പോൾ ഈ AI സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ, അപ്പോൾ നമ്മൾ കൺവെൻഷനൽ ആയിട്ട് പറയുന്ന ആ ട്രാൻസ്ലേഷൻ്റെ ഫീൽഡിലേക്ക് ഒരിക്കലും അങ്ങനെ ഇത്ര ഇമ്പാക്റ്റ് മനുഷ്യൻ തൊടുന്ന പോലെ ടച്ച് ചെയ്യാൻ കഴിയില്ല. അതിലൊരു ഇമോഷൻ്റെ ടച്ച് ഉണ്ടാക്കാൻ നമുക്കേ കഴിയുള്ളൂ. അപ്പോൾ ഒരു പദം ഒരു രീതിയിൽ തന്നെയല്ല നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്നത്,
വ്യത്യസ്ത രീതിയിൽ നമുക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാൻ കഴിയും. അപ്പോൾ അൽ മുത്തർജിമു മുഅ്തമൻ എന്നാണ്. ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഓതറിൻ്റെയും അതുപോലെ തന്നെ റീഡറിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരാൾ കൂടിയാണ് ട്രാൻസ്ലേറ്റർ. അവർ അൽ മുസ്തഷാർ മുഅ്തമൻ എന്ന് പറഞ്ഞ പോലെ മുത്തർജിം മുഅ്തമൻ. നമുക്ക് പുതിയ കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്യാൻ പാടില്ല, അതിലുള്ള സാധനങ്ങൾ പുറത്തു പോകാനും പാടില്ല. എന്നിരുന്നാൽ തന്നെ ആ പറഞ്ഞ ആശയം വ്യത്യസ്ത രീതിയിൽ നമുക്ക് പറയാൻ കഴിയും. അതാണ് ഒരു ട്രാൻസ്ലേറ്റർ, ഒരു എക്സ്പേർട്ട് ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞാൽ. ഇത് എങ്ങനെ കഴിയും? ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളൊരു ട്രാൻസ്ലേറ്റർ ആകുമ്പോൾ നമ്മൾ ഒരു കോഴ്സ് എടുത്ത് 2 മാസം പഠിച്ചുകൊണ്ട് നമ്മൾ ട്രാൻസ്ലേറ്റർ ആവില്ല. ആ ലാംഗ്വേജിനെ നമ്മൾ പഠിക്കാൻ തീരുമാനിക്കുന്നു. ആ ലാംഗ്വേജിനെ പഠിക്കുമ്പോൾ അതിലുള്ള വെക്കാബുലറീസ് മാത്രമല്ല ആ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ലാംഗ്വേജ് ഒരു കൾച്ചറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ആ കൾച്ചറിനെ ഒന്നായിട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ അറബി ഭാഷ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു അറബി ഒരു ഫായിലും മഫൂലും മുബ്തദിയും ഖബറും അതല്ല, അത് ഏതായാലും അതിൻ്റെ ഭാഗങ്ങളാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് വലിയൊരു ഭാഗമുണ്ട്. അറബികൾ എങ്ങനെയാണ് എന്നുള്ള അവരുടെ ഒരു കൾച്ചർ നമുക്ക് വേണം, അറിയണം, അവരുടെ ചരിത്രം അറിയണം. എന്നാലാണ് അവർ എങ്ങനെ ലോകത്ത് നോക്കിക്കാണുന്നു. അറബി പഠിക്കുക എന്ന് പറഞ്ഞാൽ അറബികൾ എങ്ങനെയാണ് ഈ ലോകത്ത് നോക്കിക്കാണുന്നു എന്നുള്ള നമുക്കൊരു ബോധ്യമാണ്. അതേപോലെ തന്നെ ഇംഗ്ലീഷും നമ്മളെ ഭാഷയാണ് തന്നെ. അങ്ങനെ കൾച്ചറൽ ന്യൂആൻസസ് ഇതിനൊക്കെ നമുക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാൻ കഴിയണം എന്നുണ്ടെങ്കിൽ അവരോട് അടുത്ത് ഇടപഴകുക. അടുത്ത് ഇടപഴകുക എന്ന് പറഞ്ഞാൽ അറബികളുടെ ഇടയിൽ പോയി താമസിക്കേണ്ട കാര്യമൊന്നുമില്ല. അതും AI വന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വന്നതുകൊണ്ട് വളരെ സൗകര്യമാണ്. അവരുടെ പുസ്തകങ്ങൾ വായിക്കാനും അവരുടെ വീഡിയോസ് കാണാനും അവരെ എക്സ്പീരിയൻസ് വായിക്കാനും അങ്ങനെ നിരന്തരം ഒരു ഒബ്സർവർ ആയിരിക്കും. അപ്പോൾ ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞു, ട്രാൻസ്ലേറ്റർ ഒബ്സർവറും കൂടിയാണ്. ഒരു സദാസമയം പഠിക്കുന്ന ഒരു കണ്ടിന്യൂസ് ലേണർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു 2 മാസം കൊണ്ട് ട്രാൻസ്ലേറ്റർ ഇറ്റ്സ് ഗോയിങ് നെവർ ഹാപ്പൻ. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഒരു ലാഡറിനെ പോലെയാണ്. Step by step you have to gradually grow. You can't be a translator after 2 months after getting a certificate. It's never going to happen. അപ്പോൾ തർജുമ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ ട്രാൻസ്ലേഷൻ ഒരു ഗൂഗിളിൽ ഞങ്ങളെ ഒരു പ്രയോഗമുണ്ട്. ഞങ്ങളെ സ്ഥാപനത്തിൽ നമ്മൾ ഉസ്താദന്മാരാണല്ലോ, കൂടുതൽ ഉസ്താദന്മാർക്ക് മനസ്സിലാവുകയല്ലോ. നമ്മളെ സൂപ്പർ വൈറ്റ് ഉജാല എന്ന സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഉജാലയിൽ മുക്കിയാണ്ട് ഉസ്താദന്മാർ പിന്നെ ഡ്രസ്സ് ഒന്ന് മുക്കിയെടുക്കുക എന്നുള്ളൊരു പഴയ പ്രയോഗം ഉണ്ടായിരുന്നു. അതേപോലെ ഗൂഗിളൊന്ന് മുക്കിയെടുത്തുകൊണ്ട് കൊടുക്കുക എന്നുള്ളത് അതൊരിക്കലും ട്രാൻസ്ലേറ്റർ അല്ല. അങ്ങനെ ട്രാൻസ്ലേറ്റർ ആവുമെന്ന് കരുതും വേണ്ട. AI വന്നതോടുകൂടി അങ്ങനെ ട്രാൻസ്ലേറ്റർ ആവുമെന്ന് കരുതും വേണ്ട. ഇടയ്ക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടാവാത്തപ്പോൾ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും വിഷയം കൊണ്ട് ടെക്നിക്കലായിട്ട് എന്തെങ്കിലും എറർ വന്നാൽ അങ്ങനെ വല്ല കേസും സംഭവിച്ചാൽ അതോടുകൂടി നമ്മൾ ട്രാൻസ്ലേറ്റർ ആവല് നടന്നിക്കും. അപ്പോൾ നമ്മൾ ട്രാൻസ്ലേറ്റർ എന്ന് മിസ്ല ഇന്റർനെറ്റ്. അപ്പോൾ ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ട്രാൻസ്ലേറ്റർ ആണ്. ഗൂഗിൾ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ട്രാൻസ്ലേറ്റർ, അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്ലേറ്റർ അല്ല. ഇത് ട്രാൻസ്ലേറ്റർ അല്ല. അപ്പോൾ നമ്മൾ ആ ലാംഗ്വേജിനെ നമ്മളിങ്ങോട്ട് അബ്സോർബ് ചെയ്തെടുക്കണം. പോരാത്തതിന് ലാംഗ്വേജിൻ്റെ കൂടെയുള്ള കൾച്ചറൽ ന്യൂആൻസസ്, അവരുടെ ഹിസ്റ്ററി, അവരുടെ കറണ്ട് അഫയേഴ്സുകൾ, അതൊക്കെ നമ്മളിങ്ങനെ നിരന്തരം ഒബ്സർവ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ചില പദപ്രയോഗങ്ങൾ വേറെ സന്ദർഭങ്ങളിൽ പറയുന്നത് പോലെ ശരിയാവിക്കാൻ സാധ്യതയില്ല. അപ്പോൾ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ഈ ലാംഗ്വേജിൻ്റെ കാര്യം പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണല്ലോ ലാംഗ്വേജ്. അപ്പോൾ എപ്പോഴും ഒരു ലേണർ ആയിരിക്കണം, എപ്പോഴും ഒരു ഒബ്സർവർ ആയിരിക്കണം, കണ്ടിന്യൂസ് റീഡിങ് ഉണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെയാണ് ഒരു ട്രാൻസ്ലേറ്റർ വേണ്ടത്. പിന്നെ ട്രാൻസ്ലേറ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കഴിവുകൾ ഞാൻ പറയാം. ഒരു പ്രൊഫഷണൽ ട്രാൻസ്ലേഷൻ നമ്മളിപ്പോൾ പറഞ്ഞതിലുണ്ടത് ലാംഗ്വേജ് ഒരു ഡീപ്പായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. ഇപ്പം നമ്മൾ ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ വന്ന കുട്ടികളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് വളരെ ശ്ലാഘനീയമായിട്ടുള്ളൊരു വിഷയമാണ്. ബിഗിനേഴ്സ് ഉണ്ടാവും, അതുപോലെ പിന്നെ മിഡിൽ ലെവലിലുണ്ടാവും, അഡ്വാൻസ്ഡ് ഉണ്ടാവും, പിന്നെ നാറ്റീവ് ക്വാളിറ്റിക്ക് ഉയർന്നവരുണ്ടാവും അവരുടെ കഴിവുകൾ കൊണ്ട്. ലാംഗ്വേജ് വേറെ ഏതെങ്കിലും സ്കില്ല് പോലെയല്ല, ഇത് പഠിച്ചാലേ നടക്കൂ. ഇതിലൊരു കള്ളക്കളി പറ്റൂല ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ ലാംഗ്വേജ് പഠിക്കുക, നിരന്തരം പഠിക്കുക. ബിഗിനേഴ്സിനോടും എനിക്ക് പറയാനുള്ളത് നിരന്തരം പഠിക്കുക. എത്ര പഠിക്കണു എന്നുള്ളതല്ല, പഠിക്കുക. ആ കൺസിസ്റ്റൻസി ഉണ്ടാവുക,
കുറച്ചാണെങ്കിൽ കുറച്ച്. അപ്പം ഇങ്ങനെ അത് ബിൽഡ് ചെയ്ത് വരും. ആ ഭാഷയോട് ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ നമ്മൾ ആ ഭാഷ ഇങ്ങോട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളെ ലോകത്തിലും മദർ ടങ്ക് നോക്കിയാണ് നമുക്ക് ഏത് വിഷയത്തിലും ഇപ്പോൾ നമ്മൾ മദർ ടങ്കിൽ എത്ര എക്സ്പേർട്ടാണ് നമ്മൾ. ഒരു കാര്യം പറഞ്ഞാൽ ഒരാളൊരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ ട്യൂണ് മനസ്സിലാക്കിയിട്ട് എന്താണ് നമുക്ക് മനസ്സിലാവും. ആ പദത്തിൻ്റെ ചിലപ്പോൾ ഉപയോഗിച്ച പദമാവില്ല അതിൻ്റെ അർത്ഥം. അവൻ്റെ സന്ദർഭങ്ങളും അവൻ്റെ നോട്ടങ്ങളും ബോഡി ലാംഗ്വേജുകളും അവൻ്റെ ട്യൂണുകളും ഒക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു. അപ്പോൾ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് നോളജ് ഓഫ് ദാറ്റ് ലാംഗ്വേജ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ലാംഗ്വേജിലെ സ്റ്റൈലുകൾ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, പറയുക, എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഈ ലാംഗ്വേജിലുള്ളത് എന്ന് അടുത്തറിയണം. പലതും നിങ്ങൾ പല ലാംഗ്വേജ് കോഴ്സൊക്കെ പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഗ്രാമർ അല്ലേ, ഗ്രാമർ വേണ്ട, അത് അടക്കട്ടെ. ഒരു പെഡഗോജിൻ്റെ ഭാഗമായിരുന്നു, അതൊരു മെത്തേഡായിരുന്നു ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള. പക്ഷെ ഇതിൽ ട്രാൻസ്ലേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെയല്ല കാണുന്നത്. നമ്മൾ ലാംഗ്വേജിൻ്റെ റൂൾസൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കാരണം ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലാംഗ്വേജ് സ്റ്റഡീസിൽ ഏറ്റവും ഉയർന്ന പോയിന്റാണ് ട്രാൻസ്ലേറ്റർ ആവുക എന്നുള്ളത്. ഒരു ലാംഗ്വേജ് പഠിക്കാന്ന് മാത്രമല്ല, രണ്ടാമത്തെ ഒരു ലാംഗ്വേജ് പഠിക്കാന്ന് മാത്രമല്ല, ഈ പഠിച്ച 2 ലാംഗ്വേജുകളും എങ്ങനെയാണ് ആശയങ്ങൾ കൈമാറ്റം ചെയ്യുക. അപ്പോൾ ഒരു ഭാഷയിൽ നിന്ന് മറ്റു ഭാഷയിലേക്ക് കൈമാറ്റം ചെയ്യുന്ന പരിപാടിയാണല്ലോ ട്രാൻസ്ലേഷൻ. ഈ ട്രാൻസ്ലേഷൻ പല രീതിയിലുണ്ട്. ട്രാൻസ്ലേഷന് 2 തറഫാണ്, 2 കുത്തുബ. ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ തിയോളജിക്കൽ ട്രാൻസ്ലേഷൻ, ലിറ്ററൽ ട്രാൻസ്ലേഷൻ. അതിലെന്താ വെച്ചാൽ വേർഡ് ബൈ വേർഡ്. ചിലപ്പം കാലഘട്ടം മാറിക്കഴിഞ്ഞാൽ അപ്പോൾ അർത്ഥം മനസ്സിലാവാത്ത പ്രശ്നം വരും, ഭയങ്കര ടഫായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ, ഖുറാൻ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഒരു സംഘടനയുടെ ബൈലോ ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ എന്താണ് ഈ ഫസ്റ്റത്തെ ഇന്നത്തെ പെട്ടാണ്. വേർഡ് ബൈ വേർഡ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. കുറച്ചുകൂടി അപ്പുറത്ത് പോകുന്നത് ഒരു മിഡിൽ ലെവലിലാണ് ഒരു ഫെയ്ത്ത്ഫുൾ ലാംഗ്വേജ്, ഫെയ്ത്ത്ഫുൾ ട്രാൻസ്ലേഷൻ. അതെന്താ വെച്ചാൽ പറ്റങ്ങോട്ട് ആ വേർഡ് ബൈ വേർഡ് എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് കുറച്ചൊക്കെ ആളുകൾക്ക് ഇൻറ്റലിജിബിൾ ആകുന്ന ഒരു കോലത്തിലും കൂടി അതിനെ പരിഗണിക്കുക. അപ്പോൾ ട്രാൻസ്ലേറ്റർക്ക് കുറച്ചും കൂടിയൊക്കെ അതിലെന്തുണ്ടാവും, ഒരു കൈ കടത്താൻ പറ്റുന്ന രീതി. പക്ഷെ കൈ കടത്താൻ പറ്റുകയെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് വിടരുത്. ആ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ട് എന്താണ് ഹൽ മുത്തർജിബു മുഅ്തമൻ, നമ്മൾ പുതിയത് ചേർക്കാനോ ഇല്ലാത്തത് ഒഴിഞ്ഞു പോവാനോ പാടുള്ളതല്ല. പിന്നെ ഇതിൻ്റെ ഏറ്റവും എക്സ്ട്രീം ലെവലാണ് ഫ്രീ ട്രാൻസ്ലേഷൻ. ഫ്രീ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സോഴ്സ് ലാംഗ്വേജിൻ്റെ SL എന്നാണ് നമ്മൾ പറയാം, നമ്മളെ ടെക്നിക്കൽ വേർഡ്. ഈ SL അല്ലെങ്കിൽ സോഴ്സ് ലാംഗ്വേജിലെ കെട്ടിക്കുടുക്കൽ ഒഴുക്കത്തിൽ നിന്ന് തഹറുറാവുക എന്നുള്ളതാണ് ഫ്രീ ട്രാൻസ്ലേഷൻ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഫ്രീ ട്രാൻസ്ലേഷനിലേക്ക് വരുമ്പോൾ അത് വളരെ ലെഫ്റ്റിക്ക് പോകും. നമ്മൾ റൈറ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ എക്സ്ട്രീം റൈറ്റാണ് ഈ നമ്മൾ പറഞ്ഞ തിയോളജിക്കൽ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ലിറ്ററൽ ട്രാൻസ്ലേഷൻ. അതിൽ നിന്നൊരു മുതവസ്സിത്താണ് നമ്മൾ പറഞ്ഞ ഒരു ഫെയ്ത്ത്ഫുൾ ട്രാൻസ്ലേഷൻ എന്ന് പറയും. അതിൻ്റെ അങ്ങേ ലെഫ്റ്റിൽ എക്സ്ട്രീം ലെഫ്റ്റാണ് ഫ്രീ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ സോഴ്സ് ലാംഗ്വേജിൽ നിന്ന് അകന്ന് ടാർഗറ്റ് ലാംഗ്വേജ് TL ടാർഗറ്റ് ലാംഗ്വേജിനോടായിരിക്കും കൂടുതൽ ടെൻഡൻസി ഉണ്ടാവുക. അതിലുള്ള പ്രയോഗങ്ങളും അതിലുള്ള ഇതായിരിക്കും സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവുക. വേറെ രീതിയിൽ പറഞ്ഞാൽ തിയോളജിക്കൽ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ലിറ്ററൽ ട്രാൻസ്ലേഷൻ അതിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു കൃതി അത് ട്രാൻസ്ലേഷൻ ചെയ്യപ്പെട്ടതാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇറ്റ്സ് എ ട്രാൻസ്ലേറ്റഡ് ബുക്ക്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പഠിക്കുന്ന കാലത്ത് ഇസ്ലാം രാജമാർഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അലി ജൈസദ് ബഗോവിച്ചിൻ്റെ ഇസ്ലാം ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്ന പുസ്തകം ഉണ്ടായിരുന്നു. നമ്മൾ ഹാഫിസ് സയ്യിദ് ആ പ്രധാനപ്പെട്ട ഒരാളാണ് എന്നെ ട്രാൻസ്ലേഷൻ ചെയ്തത്. ആ ട്രാൻസ്ലേഷൻ വായിച്ചു കഴിഞ്ഞാൽ ആ ചെറുപ്പത്തിലാണ്, ഇപ്പോഴൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ അടുത്തൊന്നും കാലത്ത് വായിച്ചിട്ടില്ല, അത് അന്ന് ഭയങ്കര കടിച്ചാ പൊട്ടാത്തെന്ന് പറയുമല്ലോ നമ്മളെ. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രാൻസ്ലേഷൻ ആയിരുന്നു അത്. അതേപോലെ നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറഞ്ഞിട്ടുള്ള മാതൃഭൂമി ഇറക്കിയിട്ടുള്ള AP കുഞ്ഞാമ തോന്നുന്നുണ്ട് അതിൻ്റെ ട്രാൻസ്ലേഷൻ ചെയ്തു. അതും കുറച്ച് ടഫാണ്. ഈ 2 പുസ്തകങ്ങളും അതിന് ഇംഗ്ലീഷ് വായിച്ചു നോക്കിയാൽ നമുക്ക് ഡിക്ഷണറി എടുക്കേണ്ടേ വരുന്നില്ല, സിമ്പിളാണ്. അപ്പോൾ ഈ 2 പുസ്തകങ്ങളും എൻ്റെ കയ്യിലുണ്ട്. ഇന്ത്യയെ കണ്ടെത്തൽ, ഈ 2 പുസ്തകങ്ങളും ഞാൻ ചെറുപ്പത്തിൽ വായിച്ചിരുന്നു. അപ്പോൾ ഇന്ത്യയെ കണ്ടെത്തൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ ബൈ നെഹ്റു, അതുകൊണ്ട് അഹമ്മദാബാദ് ജയിലിൽ ആയിരിക്കും അദ്ദേഹം രചിച്ചാണ്. വളരെ സുന്ദരമായിട്ടുള്ളൊരു പുസ്തകമാണ്.
എല്ലാ ഇന്ത്യക്കാരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം കൂടിയാണ്. പിന്നെ അതേപോലെ അലീജ ഇസത്ത് ബഗോവിച്ചിന്റെ പിന്നെ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, ഇസ്ലാം ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, അതിന് രാജമാർഗം, അത് നല്ല ട്രാൻസ്ലേഷനാണ്. അതിന്റെ ടൈറ്റിലൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ട്രാൻസ്ലേഷനാണ്, ക്യാച്ച് ചെയ്യാൻ. അപ്പോൾ ഇത് പിന്നെ ഭയങ്കര ടഫായി തോന്നി നമുക്ക്. അതേ സ്ഥാനത്ത് ഫ്രീ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്തതേ അല്ല എന്നായിരിക്കും. ഇപ്പോൾ ഒരു ഫ്രീ ട്രാൻസ്ലേഷനിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട കൃതി ആരെങ്കിലും വായിക്കുകയാണെങ്കിൽ അയാൾ നല്ല ഇഷ്ടപ്പെടും. അയാൾ ഒരിക്കലും കരുതിയില്ല ഇത് ട്രാൻസ്ലേറ്റർ കൃതിയാണ്, ഇത് ട്രാൻസ്ലേഷൻ ആയിരുന്നുവോ എന്ന് ചോദിക്കുന്ന ഒരു കൃതിയാണ് ഏറ്റവും നല്ല ട്രാൻസ്ലേഷൻ ചെയ്ത കൃതി. അപ്പോൾ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ അതാണ് പറഞ്ഞല്ലോ, ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ ആ വായിക്കുന്നവന് മനസ്സിലാവരുത് ഓൻ്റെ ഭാഷയിൽ എഴുതപ്പെട്ട കാര്യമാണെന്ന് മനസ്സിലാവണം. അപ്പം അത്രയും നമ്മൾ കൾച്ചറൽ ആയിട്ടുള്ള ന്യൂവാൻസസ് ബോധേഡ് ആവണം, അവയർനെസ് ഉണ്ടാവണം. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ ഒരു സ്കില്ലാണ് റിസർച്ച് മെൻറ്റാലിറ്റി ഉണ്ടായിരിക്കണം. ഒരു ട്രാൻസ്ലേറ്റർക്ക് ഒരു കണ്ടിന്യൂസ് ലേണിംഗ് ഞാൻ പറഞ്ഞു, ഒബ്സർവർ എന്ന് പറഞ്ഞു, ഡീപ്പായിരിക്കണം, നോളജ് ഡീപ്പായിരിക്കണം. നമുക്കൊരു ഇങ്ങനെ പരന്ന നോളജുള്ള ആളുകൾ കുറേ ഉണ്ട്, അത് പറ്റൂല. ഒരു ഡെപ്തിൽ നമ്മളിങ്ങനെ നമ്മളെ ഡെപ്ത് ഉണ്ടാക്കി എല്ലാ ഫീൽഡിലും നമുക്ക് ഡെപ്ത് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് ശരിയാണ്. നമ്മളൊരു ഏരിയ കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഏരിയയിൽ ഇങ്ങനെ ഡെപ്തായി കണ്ടു പോകണം. ഏത് ഏരിയ എന്നുള്ളത് നമ്മളെ ഇഷ്ടം. നമുക്ക് ഇനി മെഡിക്കൽ ഫീൽഡിലേക്ക് അങ്ങനെ, അല്ലെങ്കിൽ ലീഗൽ ഫീൽഡിലേക്ക് അങ്ങനെ, ഞാൻ പറഞ്ഞ ലിറ്ററേച്ചർ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ഫീൽഡ് അങ്ങനെ, അല്ലെങ്കിൽ ഹിസ്റ്ററി ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ഫീൽഡിലേക്കാണെങ്കിൽ അങ്ങനെ പല വിഷയങ്ങളുണ്ട്. ഞാൻ ആർക്കിയോളജി, എല്ലായിടത്തും ഈ ട്രാൻസ്ലേഷൻ വരുന്നുണ്ട്. ട്രാൻസ്ലേഷൻ വരാത്ത ഫീൽഡ് ഇവിടെയുള്ളത്. എല്ലാ സ്ഥലങ്ങളിലും ട്രാൻസ്ലേറ്റർക്ക് അവിടെ ഒരു സാധ്യതകളുണ്ട്. അപ്പോൾ ട്രാൻസ്ലേറ്റർക്ക് ഒരു റിസർച്ച് സ്കില്ല് ഉണ്ടായിരിക്കണം, എപ്പോഴും റിസർച്ച് നടത്തിയിരിക്കണം. ഇത് എങ്ങനെ പറയും, ഇത് എങ്ങനെ പറയും. ഞാൻ ഇതിൽ കുറേ ഉസ്താദന്മാരുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു ഇൻട്രസ്റ്റ്, ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് പിന്നെ ഇഷ്തിഖാഖ് എന്ന് പറയും. ഈ അറബി ഭാഷയിൽ പിന്നെ പുതിയ പുതിയ ആശയങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് അറബി ഭാഷ നിലനിൽക്കുക, ഈ ആശയങ്ങളൊക്കെ എങ്ങനെ അറബി ഭാഷ ഉൾക്കൊള്ളും ഈ പോവല്ലോ. ഇപ്പം മലയാള ഭാഷ സത്യം പറഞ്ഞാൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദിനം പ്രതി നമ്മൾ ഇംഗ്ലീഷ് പദങ്ങൾ നമ്മളെ ഭാഷയിലേക്ക് കടന്നു വരുന്നു. പുതിയ കണ്ടെത്തലുകൾക്ക് ഉദാഹരണം പറയാം, 1940 കണ്ടെത്തിയാണ് റഡാർ. എന്നിട്ട് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ, ഇതിനൊന്നും എന്തില്ല, മലയാളത്തിൽ അങ്ങനെ ഭാഷ ഇല്ല, പദങ്ങളില്ല. ഇതെങ്ങാനും മലയാളത്തിൽ ഉണ്ടാക്കാൻ നിന്നാൽ അതിനേക്കാളും ബെറ്റർ ഇംഗ്ലീഷാണെന്ന് ഇപ്പോൾ മലയാളികൾ പറയും ചെയ്യും. ആ സ്ഥാനത്ത് തമിഴന്മാർ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു മെക്കാനിസത്തിലൂടെ അവർ വളർത്തിക്കൊണ്ടിരുന്ന, ഉദാഹരണം അവർ കൈപ്പേശി എന്നാ പറയാം, കയ്യിൽ വെച്ചാണ് പേശിനെ സംസാരിക്കുന്നത്, എന്തിനും ജവ്വാലിനിട്ടാണ്. അപ്പോൾ നമ്മളതിൽ പിന്നെ എന്താണ് ജവ്വാൽ, മൊബൈലിന് ജവ്വാൽ എന്ന് പറയുന്നുണ്ട്. ജവ്വാലിന് മാത്രമല്ല പല പദപ്രയോഗങ്ങളുണ്ട്. അപ്പോൾ നമ്മളെ വിഷയം എന്താ വെച്ചാൽ ട്രാൻസ്ലേറ്റർക്ക് കാണുന്ന ഒരു വലിയൊരു ചാലഞ്ചും കൂടിയാണ് ഈ ടെർമിനോളജി. ഏത് ടേമാണ് ഉപയോഗിക്കുക. അപ്പോൾ ഹെലികോപ്റ്ററിന് ഹവാമ എന്ന് പറയുന്ന പോലുണ്ട്, പിന്നെ മിർവാഹിയ എന്ന് പറഞ്ഞ പോലുണ്ട്. അതെല്ലാത്തെയും 3-4 പദപ്രയോഗങ്ങളുണ്ട്. ഇനി റഡാറിനും ഉണ്ട്. കാഷിഫ് എന്നാണ്, കാഷൂഫ്. വേറെ ഒന്നുണ്ട്, ഫൗൽ വസനിൽ വന്നാൽ എയ്ബിൾ എന്നുള്ള അർത്ഥം കിട്ടുമെന്ന്. അപ്പൊ കഷൂഫ് അല്ലെങ്കിൽ കഷാഫോ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ റഡാർ എന്നാകുമോ? എന്താണ് ഇതാരാണ് നിയന്ത്രിക്കുന്നത്? അറബിക് ലാംഗ്വേജ് അക്കാഡമിയാണ് ഇതിൻ്റെയൊക്കെ ഒരു മൻഹജ് ഉണ്ടാക്കിയിട്ടുള്ളത്. പുതിയ കാലത്ത് നമ്മൾ പഠിക്കുന്ന നഹവിൻ്റെ കിതാബുകളിലുള്ള പല നിയമങ്ങളും അന്ന് സമായിയായ പല നിയമങ്ങളും ഇപ്പോൾ ഒക്കെ കിയാസിയാക്കി കുറേ വിഷയങ്ങൾ വന്നിട്ടുണ്ട്. അത് ഈ വിഷയം മറികടക്കാൻ വേണ്ടിയിട്ടാണ്. പുതിയ ആശയങ്ങളുണ്ട്. ടെക്നോളജിയും സയൻസൊക്കെ വളരെയാണ്. പഴയ കാലത്ത് ടെക്നോളജിയുടെയും സയൻസിൻ്റെയും ഭാഷ ഗ്രീക്കും ലാറ്റിനും ഒക്കെ ആയിരുന്നു. പിൽക്കാലത്ത് അറബി ആയിരുന്നു. അതിൻ്റെ മുന്നേ സംസ്കൃതമൊക്കെ ഉണ്ടായിരുന്നു. അറബികളിൽ നിന്ന് ഈ പവർ പോയിൻ്റെ ശേഷം ഇത് യൂറോപ്പൊക്കെ വന്നപ്പോൾ അവരുടെ ലാംഗ്വേജ് ആയി. ഇപ്പോൾ നിലവിൽ ഇംഗ്ലീഷിലാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്, മറ്റുള്ള ലാംഗ്വേജിൽ ഇല്ല എന്നല്ല, കൂടുതൽ. അപ്പോൾ ദിനം പ്രതി ഇങ്ങനെ വിഷയങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ എങ്ങനെ നമ്മൾ പദങ്ങൾ കാണും? നമ്മളിത് ഒന്ന് ഗൂഗിളിൽ ഇട്ടാൽ അത് ആയോ? ഇല്ല, പല തെറ്റുകളിൽ വരുന്നുണ്ട്. ഇതിൽ കണക്ട് ആവണില്ല. ഞാൻ കുറേ ഉദാഹരണങ്ങളൊക്കെ ഇവിടെ കൊടുന്നിരുന്നു.
ഷെയറില് നെക്കിട്ട് കിട്ടുന്നില്ല. കിട്ടില്ല. ഇല്ല, കുഴപ്പമില്ലല്ലോ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു. ഉണ്ട്. ഓക്കെ. ഒരു ഉദാഹരണം, കഴിഞ്ഞ ആഴ്ച ഒരു 5th ഇന്റർനാഷണൽ ട്രാൻസ്ലേഷൻ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. സൗദി അറേബ്യയിലെ ഒരു അൽ ഫൈസൽ യൂണിവേഴ്സിറ്റി, ഒരു യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് അതിലൊരു ലോകത്തുള്ള പല പ്രൊഫസർമാരുമായിരുന്നു പങ്കെടുത്തിരുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിമിംഗ്ഹാം അതിലെ അവിടുത്തെ ഒരു ട്രാൻസ്ലേഷൻ പ്രൊഫസറായിരുന്നു ആണ് ഡോക്ടർ യസീദ് ഹാറൂൺ. നിങ്ങൾ ലിങ്ക്ഡിനിലോ അല്ലെങ്കിൽ ഒക്കെ ഫോളോ ചെയ്യാൻ കഴിയും. നല്ല അടിപൊളിയാണ്. അപ്പോൾ അയാൾ കുറച്ച് ഉദാഹരണം കൊടുത്തിരുന്നു, അതൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അതന്നെയാണ്, ഉദാഹരണങ്ങൾ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒന്ന് കൊടുന്നു. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. കിഡ്സ് മേക്ക് ന്യൂട്രീഷ്യസ് സ്നാക്സ്. ഇംഗ്ലീഷിൽ മേക്കിൻ്റെ പ്രയോഗം ശ്രദ്ധിക്കണം. അപ്പോൾ കിഡ്സ് മേക്ക് ന്യൂട്രീഷ്യസ് സ്നാക്സ്. അപ്പോൾ ഇയാൾ പറഞ്ഞു വരുന്നത് ഈ AI-ക്കും അതുപോലെ മെഷീൻ ട്രാൻസ്ലേഷനൊക്കെ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓല് ഈ സിയാക്ക് മനസ്സിലാക്കൂല, കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കൂല, ഓല എങ്ങനെ ട്രെയിൻ ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ ഓല ഡീപ്പ് ലേണിംഗിൽ നിന്ന് ഓല പാറ്റേൺ എങ്ങനെ വന്നത്, അതിനനുസരിച്ചാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ വരിക. അപ്പോൾ കിഡ്സ് മേക്ക് ന്യൂട്രീഷ്യസ് സ്നാക്സ് എന്നുള്ളത് ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ ഒരു ആംബിഗ്യൂറ്റി വരുന്നുണ്ട്, ഒരു ഇർത്തിബാക്ക്, എന്താ പറയുക, ഇൽത്തിബാസ്. അപ്പോൾ അൽ അത്ഫാലു യസ്നഊന വജബാത്ത് മുഗദിയ, അങ്ങനെ ട്രാൻസ്ലേഷൻ വന്നു. എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സ്നാക്കുകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഒരു സിമ്പിൾ പാറ്റേൺ ആണ് എല്ലാവരും ഇങ്ങനെ ഉപയോഗിക്കുന്ന ഇതിൻ്റെ അർത്ഥമല്ല പറയുന്നത്, ഇതിൻ്റെ തെർക്കീബേ, ഇതിൻ്റെ ഒരു സ്റ്റൈൽ അങ്ങനെയാണല്ലോ. അപ്പോൾ മെഷീൻ ട്രാൻസ്ലേഷൻ അങ്ങനെ ട്രാൻസ്ലേഷൻ ചെയ്തു വന്നു, കാരണം ഒരു ജനറൽ പാറ്റേൺ അതാണ്. പക്ഷെ ഇത് സന്ദർഭം എങ്ങനെയാണ്, ഈ മേക്കിൻ്റെ പ്രയോഗം മനസ്സിലാക്കുക. കുട്ടികൾ ചില സമയത്ത് സ്നാക്കിൻ്റെ പോലെയാണ്. കുട്ടികൾ എന്താണ്, ഒരു ഹരാണ്. സ്നാക്ക് നമുക്കൊരു ഒരു ഒരു സന്തോഷം തരുന്ന വിഷയമാണല്ലോ. ഒരു ചെറിയൊരു ചായ, ഒരു പരിപ്പ് വടിയും കുടിക്കുക എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് ഒരു പ്രത്യേക രസമാണല്ലോ. അപ്പോൾ പഴയ ആളുകൾക്കും പുതിയ ആളുകൾക്കും ഇപ്പോൾ അങ്ങനെ ട്രെൻഡായി വരുന്നു. അപ്പോൾ അതേ ഒരു പ്രയോഗമാണ് ഇവിടെ പ്രയോഗിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ കിഡ്സ് മേക്ക് ന്യൂട്രീഷ്യസ് സ്നാക്സ്, അതിന് മെഷീന് അർത്ഥം തന്നത് അല്ലാത്തഫാൽ യസ്നഊന വജബാത്ത് മുഖദിയ. ഇതുപോലത്തെ പല സന്ദർഭങ്ങളുണ്ടാവും. നമ്മളിതിങ്ങനെ സൂപ്പർവൈറ്റിൽ മുക്കി എടുക്കുന്ന പോലെ ഗൂഗിൾ മുക്കി എടുത്തിട്ടാണ് കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തത് തന്നെ. പിന്നെ അത് വേറെ പ്രയോഗം അദ്ദേഹം പറയാണ്, കുടിച്ചാലല്ലേ, ഡ്രങ്ക് ഗെറ്റ്സ് 9 months ഇൻ വയലിൻ കേസ്. ഇവിടെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ലീഗൽ കേസ്, നമ്മൾ കോടതിയിലെ കേസ് ഉണ്ടാവും. പിന്നെ വയലിൻ എന്ന് പറഞ്ഞാൽ നമ്മളെ മെഷീൻ ഉപകരണം ഉണ്ടല്ലോ, അത് എടുത്തു വെക്കുന്ന കേസ്, പെട്ടി, അതിന് കേസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കള്ള് കുടിച്ച ആള് വയലിനുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കേസിൽ 9 മാസത്തെ ശിക്ഷ വിധിക്കപ്പെട്ടു എന്നാണ് ഇതിൽ ജനറലായിട്ട് ഇങ്ങനെയാണ് വരിക. അതാണ് മെഷീൻ മനസ്സിലാക്കിയത്, ആ പാറ്റേണാണ് മനസ്സിലാക്കിയത്, അതുകൊണ്ട് അത് തന്നു. അപ്പോൾ സക്രാൻ യുഹ്കം അലൈഹി ആണ് അവൻ്റെ കാര്യത്തിൽ വിധി വന്നു, വേർഡിക്റ്റ്. ബിതിസ്അത്ത് അശ്ഹുർ ഫി അലബത്തി ഖുമാൻ, വയലിൻ്റെ അലബത്ത് മനസ്സിലായല്ലോ, അതിൻ്റെ പെട്ടി, അതിൽ കയറ്റി വെക്കണമെന്ന് അവന് വിധിക്കപ്പെട്ടു, അല്ലെങ്കിൽ ജയിലിൽ കൊണ്ടാക്കണ പോലെ. അപ്പോൾ ഇത് ഒരു തെറ്റാണ്. അപ്പോൾ ഇങ്ങനത്തെ വിഷയങ്ങൾ ഇവിടെ കേസിന് എന്താണ് അർത്ഥം പറഞ്ഞിടത്തുള്ള പ്രശ്നങ്ങളാണ്. ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ സന്ദർഭം മനസ്സിലാക്കാനുള്ള പവർ ഒരിക്കലും ഒരു മെഷീൻ ഉണ്ടാവില്ല. നമ്മൾ ഈ മനുഷ്യന്മാർ സന്ദർഭം അനുസരിച്ച് മനസ്സിലാക്കുന്നത്, നമുക്ക് ഒരു കോഡിംഗ് ഒന്നും അല്ലല്ലോ. നമുക്ക് ആ സാധനം പുതിയ പല കാര്യങ്ങൾ ഫാക്ടേഴ്സുകൾ കണ്ടിട്ട് അവിടെയൊക്കെ അർത്ഥം മാറും. ആ ഫാക്ടേഴ്സുകളൊക്കെ അപ്പോഴുള്ള മെഷീന് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത്, അത് അങ്ങനെ ചിന്തിക്കുന്നത് മഹാവങ്കത്തരാണ്. പിന്നെ AI വന്നുകൊണ്ട് പഠിക്കണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്.
ചിലർക്കൊക്കെ എന്താണ് പ്രശ്നമാണ്. നമ്മളിപ്പോൾ പറഞ്ഞു വന്നത്, നമ്മളിവിടെ സമർത്ഥിച്ച എന്താണ്, ഒരിക്കലും AI പ്രശ്നമല്ല, നമുക്ക് കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പഠിച്ചത്. അങ്ങനെയാണ് പഠനങ്ങൾ മുഴുവൻ നടന്നിട്ടുള്ളത്, കണക്കുകൾ തെളിയിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ചിലർക്ക് ഇതൊരു പ്രശ്നമാണ് എന്ന് പറഞ്ഞു. അതാർക്ക്? നേരത്തെ പറഞ്ഞ നേരെ മുക്കിയെടുക്കുന്നവർക്ക്, അല്ലെങ്കിൽ ലാംഗ്വേജിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തവർക്ക്, പോസ്റ്റ് എഡിറ്റിംഗ് മെഷീൻ്റെയും അപ്പുറത്തേക്ക് നമ്മൾ പോസ്റ്റ് എഡിറ്റിംഗ്, ഹ്യൂമൻ പോസ്റ്റ് എഡിറ്റിംഗ് അങ്ങനെയാണല്ലോ, പിന്നെ അത് ചെയ്യാൻ കഴിയാത്തവർ, അവർക്കാണ് ഇതിൽ പ്രശ്നം ഉണ്ടാവുക. യഥാർത്ഥ ട്രാൻസ്ലേറ്റർക്ക് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് മാത്രമല്ല, പ്രത്യേകിച്ചും അറബി ഭാഷയിലൊക്കെ കഴിവുള്ള ആളുകൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റി വരാൻ പോവുകയാണ്. കാരണം എന്താ വെച്ചാൽ കുറേ ആളുകൾ ലാംഗ്വേജ് പഠിക്കലൊക്കെ നിർത്തിക്കുകയാണ്, അതിനൊക്കെ മെഷീനോട് ഏൽപ്പിക്കുകയാണ്. ഇങ്ങനെ പോയാലേ എവിടെ എത്തും ഭാവി? അപ്പോൾ നമ്മൾ പഠിച്ചു പോവുക. അപ്പോൾ നമ്മളെ വെല്ലാൻ ആരും ഉണ്ടാവില്ല. അവരുപയോഗിക്കുന്നത് പോലെ, ഒരു ലേമാൻ AI ഉപയോഗിക്കുന്നത് പോലെ നമ്മൾ ഏതായാലും അതിനേക്കാളും ബെസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത് മാത്രമല്ല, അവരെക്കാളും കൂടുതൽ അടിപൊളിയായിട്ടുള്ള പ്രോംപ്റ്റിങ് നമുക്ക് ചെയ്യാൻ കഴിയും ഭാഷാ കഴിവുള്ളതുകൊണ്ടെന്ന് മാത്രമല്ല, ഈ AIക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളെ കഴിവ് ആരും കട്ടുകൊണ്ടുപോകില്ല, അതവിടെ ഉണ്ടാവും. പിന്നെ ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സെൻറ്ററിൽ പോയിരുന്ന് ട്രാൻസ്ലേഷൻ ചെയ്യുക എന്നുള്ളതല്ല. ആ വിശാലമാണ്, അനന്തമായ സാധ്യതകളാണ്. നിങ്ങൾ ട്രാൻസ്ലേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഈവൻ നിങ്ങളൊരു കാഷ്യർ ആയിപ്പോയി, എന്നാലും നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുമല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ PRO ആയിപ്പോയി, അല്ലെങ്കിൽ HR ആയി, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം ഒരു കമ്പനി തുടങ്ങുക, അപ്പോഴും ഈ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന കഴിവുണ്ട്. അത് നിങ്ങൾക്ക് ഒരിക്കലും മറ്റു കഴിവുകളെ പോലെയല്ല. ഈ കഴിവ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു ഷുവർ. നമ്മളൊരു BCom ഒക്കെ പഠിച്ചു, കണക്ക് മുത്തൊക്കെ പഠിച്ചു, പക്ഷേ എത്തിപ്പെട്ടത് വേറെ എന്തോ ഒരു ഫീൽഡിലാണ്. അപ്പോൾ ചിലപ്പോൾ എന്താവും, നമ്മൾ ഈ ബുക്ക് കീപ്പിങ്ങും ജേർണലിംഗ് ഒന്നും നമുക്ക് അത്ര പ്രസക്തമാവില്ല. ആ കഴിവ് ചിലപ്പോൾ ഒബ്സലീറ്റ് ആയി പോകും. പക്ഷെ ലാംഗ്വേജിൻ്റെ കഴിവ് ഒരിക്കലും അങ്ങനെയല്ല. ആ സന്ദർഭങ്ങൾ, കാര്യങ്ങൾ നേരിട്ട് നമുക്ക് തന്നെ മനസ്സിലാക്കിയെടുക്കാനൊക്കെ കഴിയൂലേ? അപ്പോൾ ഭാഷ പഠിക്കുന്നവർ കുറേ ആളുകൾ പിന്നോക്കം പോകുന്നുണ്ട്. ഒക്കെ ഇനിയിപ്പോൾ AI വന്നു, അതുകൊണ്ട് യഥാർത്ഥത്തിൽ പഠിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു പിന്മാറുന്നത് കൊണ്ട് കൂടുതൽ സാധ്യതകൾ കൂടണമെന്ന് മാത്രമല്ല, സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഞാൻ കുറച്ച് കൊണ്ടിരുന്നു, കാണിക്കാൻ കഴിഞ്ഞില്ല. അതെന്താ വെച്ചാൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും 10 മടങ്ങ് ബില്യൺ കണക്കിനുള്ള വളർച്ചയാണ് എക്സ്പെക്റ്റ് ചെയ്യപ്പെടുന്നത്. ശരി, ഒന്ന് വായിക്കാം. 491 മില്യൺ ആളുകൾ ഇന്ന് അറബി സംസാരിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലായിട്ട് അറബി സംസാരിക്കുന്നവരാണ്. നമ്മളെപ്പോലെ സെക്കൻഡ് ലാംഗ്വേജ് അറബി സംസാരിക്കുന്നവരെ ഇത് കണക്ക് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതിനെ മുസ്തശ്രീഖുകളെ പോലെ ഈ മിഡിൽ ഈസ്റ്റിനെ പഠിക്കാൻ വേണ്ടി അറബി ഭാഷ പഠിക്കുന്നവരുണ്ട്. ഭാഷയുമായി ബന്ധപ്പെട്ട് നമ്മളെപ്പോലെ ഇവിടുത്തെ കുറേ കുട്ടികളെ പോലെ അറബി ഭാഷ പഠിക്കുന്നവരുണ്ട്. അതല്ലാതെ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി പഠിക്കുന്നവരുണ്ട്. ഇത് എത്രത്തോളം ഇംഗ്ലീഷിൻ്റെ പോലെ കണക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെടുന്നില്ല. അപ്പോൾ 491 മില്യൺ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലായിട്ട് സംസാരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ 22 രാജ്യങ്ങൾ ഒഫീഷ്യൽ ലാംഗ്വേജാണ്. അതാണ് ഇവർ. ഈ അറബി സംസാരിക്കുന്ന നാടുകളിലുള്ള ഒരു GDP, നിലവിലുള്ള GDP, മൊത്തം GDP 3.5 ട്രില്യണാണ്. എത്ര വലിയ എക്കണോമിയാണ്! ഇത്ര വലിയൊരു എക്കണോമി സംസാരിക്കുന്ന ഭാഷ അറബിയാണ്. ട്രാൻസ്ലേഷനിലേക്ക് വരുമ്പോഴോ, ട്രാൻസ്ലേഷൻ മൊത്തം ഗ്ലോബൽ ട്രാൻസ്ലേഷൻ മാർക്കറ്റിൻ്റെ 2024 കണക്ക് പ്രകാരം 41.78 ബില്യൺ US$. സ്ട്രൈറ്റ് സെർച്ച് എന്ന സൈറ്റിൽ നിന്നാണ് ഈ സോഴ്സൊക്കെ നമ്മൾ പറയുന്നത് കേട്ടോ. അവിടെ നിന്നാണ് ഇത് കൊടുക്കുന്നത്, ഈ ഡാറ്റ കൊടുക്കുന്നത് ഞാൻ. അപ്പോൾ ഇത് 2033, ഒരു 10 വർഷം കഴിഞ്ഞാൽ എന്താ സ്ഥിതി? AI വന്നാൽ പിന്നോട്ട് പോകൊക്കെ കഴിഞ്ഞ് അല്ല. കണക്കുകൾ പറയുന്നത് 50.02 ബില്യണിലേക്ക് ഉയരും എന്നാണ്. നല്ല കണക്കാണ് സ്ട്രൈറ്റ് സെർച്ച്. പിന്നെ മെഷീൻ ട്രാൻസ്ലേഷൻ മാർക്കറ്റ് 2024 അത് 3.08 ബില്യൺ മെഷീൻ ട്രാൻസ്ലേഷൻ വന്നതോടുകൂടെ അത് എത്ര ഉയർന്നിട്ടുണ്ട്. അത് 2035 ആകുമ്പോഴേക്ക് 40.3 ബില്യണിലേക്ക് എത്തുകയും ചെയ്യും. അവിടെ സംഭവിക്കുക, ട്രാൻസ്ലേറ്റർമാർ അവർ ഇത് നല്ലോണം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ, ട്രാൻസ്ലേഷൻ എന്നുള്ള ഫീൽഡ് AI എന്നുള്ള സംഭവങ്ങൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ബഹുദൂരം, അതിവേഗം ബഹുദൂരം കുറഞ്ഞ സമയത്ത് എത്തിച്ചേരാൻ കഴിയുന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഗൂഗിളിൽ ഇട്ടുകൊണ്ട് ഉജാലിട്ട് മുക്കണ പോലെ മുക്കാനല്ല, അത് നമ്മൾ മനസ്സിലാക്കണം.
നമ്മൾ സ്പീഡുകളെ നമ്മൾ എക്സ്പേർട്ട് ആയി വരുമ്പോൾ അങ്ങനെയാണ്, നമുക്ക് കണ്ടാൽ തന്നെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും, എവിടെ എന്താ ഉദ്ദേശം, എങ്ങനെയാണ് വരേണ്ടത് ഒക്കെ മനസ്സിലാവും. പിന്നെ AI ട്രാൻസ്ലേഷനിൽ അപ്ലൈ ചെയ്യപ്പെട്ടതോടുകൂടെ 30% തെറ്റുകൾ കുറയ്ക്കാനായി എന്നുള്ളത് കണക്കുകൾ കാണിക്കുന്നു. തർജുമാൻ സൊല്യൂഷൻസ് എന്നുള്ള വെബ്സൈറ്റിൽ പോയാൽ ഈ ഡാറ്റ കിട്ടുന്നത്. അപ്പോൾ പ്രൊഡക്ടിവിറ്റി ട്രാൻസ്ലേഷനിൽ AI അപ്ലൈ ചെയ്തുകൊണ്ട് 50% പ്രൊഡക്ടിവിറ്റി കൂടിയെന്ന്. അപ്പോൾ കൊണ്ടാണ് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം നമ്മളെ എഫിഷ്യൻസി കൂട്ടുകയാണ്, അല്ല നമ്മളെ വർക്ക് ആരും കട്ടുകൊണ്ടുപോകില്ല. നമ്മളിങ്ങനെ പണ്ടത്തെ പോലെ ഇങ്ങനെ ഡിക്ഷണറികൾ മറിച്ചുകാണ്ട് അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ കഴിയും. അത് അവിടെ തന്നെ വന്നതൊക്കെ കറക്റ്റാണോ അല്ലേ എന്നുള്ള ഒരു മേൽനോട്ടം വഹിക്കുക, അങ്ങനത്തെ ഒരു റോളിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുകയാണ്. ഇപ്പോൾ പിന്നെ എഞ്ചിനീയർമാരൊക്കെ അതങ്ങനെയല്ലേ. പഴയ കാലത്തുള്ള എഞ്ചിനീയർമാർ ഒരു പാലം കെട്ടണം എന്നുണ്ടെങ്കിൽ എത്ര കാലം പിടിക്കും? ഇപ്പോൾ ടെക്നോളജി വന്നപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് എത്ര പെട്ടെന്ന് പാടില്ല. നമ്മളെ NH ഒക്കെ എത്ര പെട്ടെന്നാണ് അവർ ഉണ്ടാക്കുന്നത്. പഴയ കാലത്ത് ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എന്നാൽ ടെക്നോളജി വന്നപ്പോൾ അത് നമ്മളെ എഫിഷ്യൻസി കൂട്ടേ ഉള്ളൂ, ഒരിക്കലും നമ്മളെ റീപ്ലേസ് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ അറബി എന്ന് പറഞ്ഞാൽ അറബി ഭാഷയുടെ സ്വാധീനം കൂടുകയാണ്, അതിൻ്റെ ഒരു മാർക്കറ്റ് കൂടുകയാണ്, കൊമേഴ്ഷ്യലായിട്ടും കൂടുകയാണ്. അതുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റിൽ ഇങ്ങനെ എപ്പോഴും ഒരു പുകഞ്ഞു നിൽക്കുന്നത്. അതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ഭാവിയിലുള്ള പിന്നെ ലോകത്തിൻ്റെ എക്കണോമി തന്നെ നിയന്ത്രിക്കപ്പെടുന്ന ഭാഗമാണ് ഈ മിഡിൽ ഈസ്റ്റ്. അവിടുത്തെ ഭാഷയാണ് അറബിക്. ഇനി ലോകത്ത് പിന്നെ ഈ അറബി സംസാരിക്കുന്നവരുടെ ഐഡിയോളജികളും അതിനൊക്കെ പ്രസക്തി പ്രചാരം കൂടി വരുന്നു, പഠനങ്ങളായിട്ടും ക്രിറ്റിക്സ് ആയിട്ട് പല നിലക്കും. അപ്പോൾ അക്കാഡമിക് ലെവലിലും ഇതിൻ്റെ ഉയർച്ചയാണ് അറബി ഭാഷയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ട്രാൻസ്ലേഷനെ കുറിച്ചുള്ള കൂടുതൽ സാധ്യതകൾ വരികയാണ് ചെയ്യുന്നത്. ഒരിക്കലും എന്താവണ്ട, നിങ്ങളിങ്ങനെ ഈ ട്രാൻസ്ലേഷൻ എന്ത് പഠിക്കണം എന്ന് ചിന്തിക്കുന്നവരുടെ വായു വർത്തമാനങ്ങളിൽ പെട്ടുപോകരുത്. ഞാൻ അധികം സംസാരിച്ചു പോയി എന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ തെറ്റുകൾ വരുന്ന ആ തെറ്റുകളാണ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ടെർമിനോളജി 1, 2 കോണ്ടെക്സ്റ്റ് സിയാക്കെന്ന് മനസ്സിലാക്കാനുള്ളടുത്ത തെറ്റ്, അത് നമുക്ക് നല്ല ഡീപ്പ് നോളജുകൾ വേണം. പിന്നെ ലിംഗ്വിസ്റ്റിക്സ് മിസ്റ്റേക്സ്, ഗ്രാമറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇംഗ്ലീഷ് ആണെങ്കിലും അറബി ആണെങ്കിലും നമ്മൾ അത് പരിഗണിക്കണം. നമ്മൾ സ്പോക്കൺ ലാംഗ്വേജിൽ പോയിട്ട് അത് നമ്മളെ മടി മാറ്റാൻ വേണ്ടിയിട്ട് സംസാരിപ്പിക്കാൻ അതല്ല ഇത്. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഗൗരവമുള്ള ഫീൽഡാണ്. അൽ മുത്താർജിമു മുഅ്തമൻ. അതുപോലെ കൾച്ചറൽ മിസ്റ്റേക്സ്, ആരോ കൾച്ചറിനെ കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാവണം. ഒരു കാര്യം ലാസ്റ്റ് പോയിന്റ് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ട്രാൻസ്ലേഷൻ എന്നുള്ള പഴയ കാലത്ത് നിന്ന് ട്രാൻസ്ലേഷൻ മാറിയിട്ട് ട്രാൻസ്ക്രിയേഷൻ, ലോക്കലൈസേഷൻ എന്ന ഫീൽഡിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു. ട്രാൻസ്ക്രിയേഷൻ ഒരു ക്രിയേറ്റിവിറ്റി കൂടി അതിൽ വേണം. അങ്ങനെ ക്രിയേറ്റീവ് ട്രാൻസ്ലേഷനാണ്, അതിൻ്റെ കാലമാണ്, അതിൻ്റെ യുഗമാണ്. അതാണ് മെഷീൻ നമ്മളെ ഇന്ന് പഠിക്കേണ്ടത്. മനുഷ്യൻ എന്തുകൊണ്ട് മനുഷ്യനാകുന്നു, എന്തുകൊണ്ടും മനുഷ്യനായിട്ട് ഹി ഹാവ് ടു റിമൈൻ ആസ് എ ഹ്യൂമൻ. അതിൻ്റെ പോയിന്റ് ഇതാണ്, ക്രിയേറ്റിവിറ്റി, ഇബ്തികാർ, ഇബ്തിദാ, ഐബ്ദാഇ. ആ വിഷയം നമ്മൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഈ കേവലം ഒരു ഡോക്യുമെൻ്റ് ട്രാൻസ്ലേഷനിൽ നിന്ന് മാറിയിട്ട് നമുക്ക് കുറേ മുഹ്തവർ റക്കമി ഉണ്ടാക്കേണ്ടതുണ്ട് അറബിയിൽ. അതുകൊണ്ട് പല പുസ്തകങ്ങളും പല കാര്യങ്ങളും അതിൽ പല ആശയങ്ങളും ഈ ഭാഷയിലേക്ക് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. അത് ഈ കോഴ്സ് പഠിക്കുന്നത് നിങ്ങൾക്കതിലൊരു വാതായനം തുറക്കുന്നത് പോലെ ആണ് എന്നതിൽ ഒരു സംശയവുമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ബാച്ച് നല്ല ബർക്കത്തുള്ള നല്ല ഉഷാറുള്ള ഒരു ബാച്ച് ആവട്ടെ. ഈ ഇതിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇത് പിന്നെ സക്സസ്ഫുള്ളി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനും എവിടെയെങ്കിലൊക്കെ ആയിട്ട് പിന്നെ പ്ലേസ് ചെയ്യപ്പെടാനും സാധിക്കട്ടെ എന്ന് ആശിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തുണ്ടെങ്കിൽ ചോദിക്കാം. വലൈക്കും അസ്സലാം. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, എന്നിട്ട് ഞാൻ സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. ഹലോ. പറഞ്ഞു. പിന്നെ ഇതിന്റെ ഈ നാട്ടിൽ നിന്നിട്ടുള്ള സാധ്യതകളൊന്നും പറഞ്ഞുതരോ? ഇങ്ങനെ നമ്മൾ വിദേശത്ത് തന്നെ പോകണോ അതല്ല? നാട്ടിലെ നിലവിലെ നല്ല സാധ്യതകളുണ്ട്. ഞാൻ പറഞ്ഞു, പിന്നെ ഡോക്യുമെന്റ് ട്രാൻസ്ലേഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വിസയുടെ പ്രോസസ്സിങ്ങിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന
കമ്പനികൾ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് കോടതി പോകുന്ന കേസുകൾ, അവിടുത്തെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള കുറേ ട്രാൻസ്ലേഷൻ വർക്കുകളുണ്ട്. അത് അനവധിയാണ്. നിരവധി കമ്പനികൾ പിന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് UAE ഒന്ന് വിസിറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഖത്തറിലൊന്ന് വിസിറ്റ് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും. എവിടെ നോക്കിയാലും ഈ ടൈപ്പിംഗ് സെൻ്ററുകളുണ്ട്. അപ്പോൾ കാര്യമായിട്ട് അവരുടെ ട്രാൻസ്ലേഷൻ വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങളാണ്. അപ്പോൾ അതിന് നല്ല എക്സ്പേർട്ടുകളായ ആളുകളൊക്കെ ആവശ്യമുണ്ട്. അതൊക്കെ ഇപ്പോൾ ഔട്ട്സോഴ്സ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. പിന്നെ അവിടെ പിന്നെ ആളുകളെ വിസ ഒക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടെ പ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്കി ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ പല കമ്പനികളും എന്ത് ചെയ്യുന്നുണ്ട്, ആ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വിടുന്നുണ്ട്. ഇപ്പോൾ ഓൺലൈൻ വന്നതോടുകൂടെ സൗകര്യങ്ങളാണ്. നമ്മളെ സമയബന്ധിതമായിട്ട് അതിന് ചെയ്തു കൊടുക്കുക, തിരിച്ച് അയച്ചു കൊടുക്കുക. ഇതിലെ ഒരു വിഷയം നടക്കുന്ന പറഞ്ഞാൽ നമ്മൾ പറ്റിക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അവർ ട്രാൻസ്ലേഷന് കാശ് വാങ്ങുന്നതിൻ്റെ എത്രയോ കുറഞ്ഞ ഒരു കാശാണ് നമുക്ക് തരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് കസ്റ്റമറിനേക്ക് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാശ് ഉണ്ടാക്കാൻ പറ്റിയ ഫീൽഡാണ്. പക്ഷെ ഒരു ഏജൻസി വഴി നമുക്ക് കിട്ടുമ്പോൾ നമുക്കാണ് ഏറ്റവും കുറഞ്ഞ കാശ് കിട്ടുക. ബാക്കിയുള്ള കാശുകൾ പോലെ മുന്നിലുള്ള ഏജൻറ്റുമാർക്ക് പിടിച്ച് പോകുന്നുള്ള ഒരു ഡാർക്ക് റിയാലിറ്റിയാണ്. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് നാട്ടിലിരുന്ന് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. അതിനൊക്കെ ഒരു നെറ്റ്വർക്കിങ്ങിൻ്റെ ഒരു ആവശ്യമുണ്ട്. നമുക്ക് ബന്ധങ്ങൾ വേണം ഈ ട്രാൻസ്ലേഷൻ്റെ ഫീൽഡിലുള്ള ആളുകളായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കമ്പനികളുടെ ആളുകളായിട്ട്, അല്ലെങ്കിൽ ലീഗൽ ഓഫീസുകളുമായിട്ടുള്ള ആളുകളായിട്ട് നമുക്ക് നെറ്റ്വർക്കിംഗ് ഉണ്ട്, കോണ്ടാക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ വർക്കുകൾ കിട്ടും. ഞാനൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്, ഫ്രീലാൻസ് ആയിട്ട് ചെയ്തു കൊടുക്കാറുണ്ട്. ഇസ്ലാം. പിന്നെ നമ്മൾ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിൽ പരമാവധി മോഡേൺ അറബി തന്നെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കിതാബിക് പരമായിട്ടുള്ള അറബികൾ ഇനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല ഇനിയുള്ള കാലത്ത്? കിതാബുകൾ എന്നൊക്കെ പഠിക്കുന്ന വാക്കുകളുണ്ടല്ലോ അറബി ഇഷ്ടമാണ്. മാഷാ അല്ലാ, നല്ല ചോദ്യമാണ്. അപ്പോൾ അത് മോഡേൺ അറബി എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. MSA എന്നാണ് ഇംഗ്ലീഷിൽ ചുരുക്കി പറയാം. മോഡേൺ സ്റ്റാൻഡേർഡ് അറബിക്ക്. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡൈസ്ഡ്, ഒരു ഖിയാസി ആക്കിയിട്ടുള്ള ഒരു ലാംഗ്വേജ് രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് ഈ നെപ്പോളിയൻ്റെ പിന്നെ ഈ മിസറിലേക്കുള്ള കടന്നുകയറ്റം, അങ്ങനെയാണ് അറബികൾ യൂറോപ്യൻസൊക്കെ എവിടെയോ എത്തിക്കണമല്ലോ എന്നുള്ളൊരു ബോധമൊക്കെ ഉണ്ടായി. അവർ പിന്നെ പിൽക്കാലത്ത് റഫാത്ത് തൊഹ്താവി പോലത്തെ ആളുകൾ ഓലൊക്കെ അവിടുത്തെ ഭരണാധികാരികൾ, പിന്നെ മുഹമ്മദ് കുർദ് അലി സിറിയയിൽ ദമസ്കസിൽ, അങ്ങനത്തെ ആളുകളൊക്കെ ഇടപെട്ടിട്ട് പല ആളുകളെയും യൂറോപ്പിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഓല് തിരിച്ചു വന്ന് ട്രാൻസ്ലേഷൻ തുടങ്ങി, തർജുമ തുടങ്ങി. ഹാറൂൺ റഷീദിൻ്റെ കാലത്തുള്ള പോലെ വീണ്ടും തുടങ്ങുകയായിരുന്നു. അപ്പോൾ ഒക്കെ പിന്നെ ആ ഒരു നെഹ്ല നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ ഈ MA ഒക്കെ പഠിക്കുന്നവരൊക്കെ പഠിക്കുന്ന നെഹ്ല, ആ നെഹ്ലയുടെ ഒരു വലീദത്തുൻ നെഹ്ല, ആ നെഹ്ല പ്രസവിച്ച ഒരു കുട്ടിയാണ് ഈ MSA എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിന്നെ പല ഒരു തമ്മൻ്റെ പ്രയോഗമൊക്കെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ക്യാമു ഈ മസ്തർ വെച്ചുകാണ്ട് എന്ത് ചെയ്യുക, ഫീൽ ഒഴിവാക്കിയിട്ട് മസ്തറിൻ്റെ പ്രയോഗങ്ങൾ കൊണ്ടുവരിക, തമ്മ വെച്ചിട്ട് മസ്തർ പറഞ്ഞിട്ട് അങ്ങനെ ഫീൽ കൊണ്ടുവരിക. ഇങ്ങനത്തെ അതല്ലെങ്കിൽ പിന്നെ പുതിയ പുതിയ പദങ്ങളൊക്കെ, ഇതൊക്കെ ആണ് ഈ MSA എന്ന് പറയുന്നത്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിൻ്റെ ഒരു ഭാഗമാണ്. അറബിക് ലാംഗ്വേജ് അക്കാഡമിക്ക് ഇടപെട്ടുകാണ്ട് അതിന് വികസിപ്പിച്ചെടുത്തുകയാണ് ഈ അറബി ഭാഷ നിലനിൽക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ചാൽ പല പഴയ സാധനങ്ങളും നമ്മളെ പഴയ രീതിയിൽ പിന്നെ പല റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഇപ്പൊ നമുക്ക് മുഅറബില്ലേ, മുഅറബ് എങ്ങനെ മുഅറബായിട്ട് കുറെ ഉണ്ടാക്കണില്ലേ? ഉണ്ട്. മുഅറബ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എങ്ങനെ ആയാലും ട്രാൻസ്ലേഷൻക്കാണ് കുറേ വസായിലുകളുണ്ട്. ഫസ്റ്റത്തെ വസീല തർജുമ എന്നാണ്. തർജുമ അല്ലെങ്കിൽ തുറാസിൽ നിന്ന് നമ്മൾ തൻകീബ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അറബി പദങ്ങൾ ഓൾറെഡി ഉള്ളത് ഇങ്ങോട്ട് നക്കൽ ചെയ്യാൻ, അത് തന്നെ തർജുമ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തർജുമയാണ്, പിന്നെ തൗലീദ്, അതിൽ തന്നെ ഫസ്റ്റ് പിന്നെ മജാസാണ്, പിന്നെ ഇഷ്തിഖാഖാണ്, ലാസ്റ്റ് ആണ് തൈരീബ് വരുന്നത്. അതിൻ്റെ ഏറ്റവും ലാസ്റ്റിക്കാണ് നെഹ്ത്ത് എന്ന് പറയുന്ന പദങ്ങൾ. ഈ യൂറോപ്യൻ ലാംഗ്വേജസ് പോലത്തെ ലാംഗ്വേജുകൾക്കുള്ള ഒരു കോമ്പൗണ്ടിങ്, അത് നെഹ്ത്ത് എന്ന് പറയും. അത് അറബി ഭാഷ അത്ര പ്രോത്സാഹിപ്പിക്കുന്ന സാധനമല്ല, കാരണം അറബി ഭാഷയുടെ ഒരു തൊബിയത്ത് അങ്ങനല്ല. അത് ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്ന, അതിൻ്റെ തൊട്ട് മുന്നത്തെ ഒരു വസീലയാണ് ഈ താരിഖ് മുഅറബ് എന്ന് പറഞ്ഞാൽ. ഒരു കാര്യം ഒന്നിനും ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മുഅറബാക്കാൻ പാടുള്ളൂ. ഇപ്പോൾ കമ്പ്യൂട്ടർ എന്നൊക്കെ പറയാൻ പാടുള്ളൂ. ശരിക്കും ഹാസീബ് അല്ലെങ്കിൽ ഹാസൂബ്. ഇപ്പോൾ ഇൻ്റർനെറ്റ് ഇങ്ങനെ പ്രയോഗിച്ചാണ്, അതല്ല ശരി. നമ്മൾ ഷാബിക എന്നാണ് അറബിക് ലാംഗ്വേജ് അക്കാഡമി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രൊപ്പോസൽ. അങ്ങനെ ഉപയോഗിക്കണം ഷാബിക. അതുകൊണ്ട് ഓലക്കാനെ ഉപയോഗിക്കാം ഷാബിക. പിന്നെ
അങ്ങനത്തെ പദപ്രയോഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. MS ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് ലോകത്ത് ഇപ്പം അംഗീകരിക്കപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് നമ്മൾ അറബി പിന്നെ പഴയ അറബി പുതിയ അറബി എന്നുള്ളത് പിന്നെ അതൊരു നമ്മൾ ക്രിയേറ്റീവ് ആക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. നമ്മൾ ഉസ്താദ്മാരൊക്കെ ഇതിലുണ്ടെന്ന് പറഞ്ഞു. അവർക്ക് ഏറ്റവും പിന്നെ ഈ ഒരു ഇബ്ദാഇ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് പഴയ ഇഖ്തിബാസുകളും ഖുറാൻ്റെ സ്റ്റൈലുകളൊക്കെ പ്രയോഗിച്ചു കണ്ടുള്ള ഈ തമ്മീം ഈ പിന്നെ കമ്മീം അതുമാതിരി കാമീം ഒക്കെ ഒഴിവാക്കിയിട്ട് ആ എപ്പോഴും അറബിയോടൊരു അസാലത്തിനോട് ഏറ്റവും യോജിച്ചത് എന്താണ് ഫീലിയ ജുംല കൊണ്ട് തുടങ്ങുക എന്നൊക്കെയാണല്ലോ. ആ രീതിക്ക് മാറുക എന്നുള്ളത് ഒരു ഇബ്ദായിയുടെ ഭാഗമായിട്ട് കണ്ടാൽ മതി. അത് നല്ലതാണ്. പക്ഷേ എല്ലാ സന്ദർഭങ്ങളും നമ്മൾ സന്ദർഭങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യാൻ പറ്റൂല എന്നുള്ളത് നമ്മൾ ആർക്കാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നതിനൊക്കെ അനുസരിച്ച് മാറും. അപ്പോൾ നമ്മൾ ട്രാൻസ്ലേഷൻ ഈ ഡോക്യുമെൻ്റ് ട്രാൻസ്ലേഷന് അതുപോലെ തന്നെ കേസുമായി ബന്ധപ്പെട്ട ട്രാൻസ്ലേഷന് അതൊക്കെ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ പിന്നെ ഈ മോഡേൺ അറബി ഉള്ള പദപ്രയോഗങ്ങൾ തന്നെയാണ് നടത്തേണ്ടത്. ഓൾറെഡി എന്താണ് ടേമുകളാണ് അവിടെ ഉപയോഗിക്കപ്പെടുന്നത് അത് തന്നെ ചെയ്യണം. പ്രത്യേകിച്ചും ലീഗൽ ഫീൽഡുകളിലൊക്കെ അതിന് കുറേ നമുക്ക് ടേംസിൻ്റെ മുഅ്ജമുകൾ കിട്ടാനുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പിന്നെ അത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ തന്നെ അത് അതിൻ്റെ വെബ്സൈറ്റുകളൊക്കെ പല വെബ്സൈറ്റുകളുണ്ട്. ഇപ്പോൾ പ്രോസ് ഒക്കെ ഉള്ള വെബ്സൈറ്റുകളൊക്കെ അതൊക്കെ വേഗം കിട്ടും നമുക്ക്. അതന്നെ ഉപയോഗിക്കാൻ നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞ സ്വതന്ത്രമായിട്ട് നമ്മൾ ലിറ്ററേച്ചർ പിന്നെ വളർത്തിയെടുക്കാനുള്ള ട്രാൻസ്ലേഷനിൽ നമുക്കിത് ഉപയോഗിക്കാം. മറ്റിടത്തൊക്കെ ഇത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഇബ്ദാഇ ആയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പിന്നെ നല്ലൊരു കാര്യമാണ്. പഴയ അറബി എന്ന് പറയുന്നത് പഴയ അറബി പുതിയ അറബി ഒന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല. പുതിയ കുറച്ച് പദങ്ങളൊക്കെ ഉണ്ട്. അതിനങ്ങനെ നമ്മൾ രണ്ടായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ഒന്നിൻ്റെ തുടർച്ച എന്നുള്ള രീതിയിൽ മാത്രം കണ്ടാൽ മതി. അപ്പം നിങ്ങൾക്ക് പിന്നെ ഈ പഴയ ഒരു രീതി അറിയാന്നുള്ളത് കിതാബിൻ്റെ രീതി അറിയാന്നുള്ളത് ഒന്നും കൂടി ഒരു അനലിറ്റിക്കൽ പവർ കൂടാൻ നല്ല കൂടും. നമുക്കത് ഞാനും അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. ഞാൻ ദാറുൽഹുദ പിന്നെ ഇതിൽ പഠിച്ചിട്ടുണ്ട് 12 വർഷം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു പ്രധാനപ്പെട്ട ഒരു സ്കിൽ എന്ന് വെച്ചാൽ നന്നായി അനലൈസ് ചെയ്യാൻ കഴിയും. ഈ ഒരു ടെക്സ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അനലൈസ് ചെയ്യാൻ കഴിയും. അപ്പോൾ പിന്നെ അറബികൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ നമുക്ക് പിന്നെ ചിലപ്പോൾ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധ്യത കൂടുതലാണ് ഇങ്ങനെ പഠിച്ചു വരുന്നവർക്ക്. ഇങ്ങനെ പഴയ കിതാബ് അറബിയൊക്കെ പഠിച്ചു വരുന്നവർക്ക് പ്രത്യേകിച്ച് ലീഗൽ ഫീൽഡിലൊക്കെ. കാരണം ലീഗൽ ഫീൽഡിൽ ചില കായികകളൊക്കെ പോലെ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും. അതൊക്കെ നമ്മൾ ഫിഖീൻ്റെ പോലെയാണ്. കോടതിയുടെ വിധിയൊക്കെ അതിലൊക്കെ ഉണ്ടാവും. അത് എടുത്തു നോക്കിയാൽ മനസ്സിലാവും. അതിൽ ഈ ഇങ്ങനത്തെ നമ്മളെപ്പോലത്തെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾക്ക് തിളങ്ങാൻ നല്ല സാധ്യതയാണ്. സർട്ടിഫിക്കറ്റ് പോലത്തിൽ അങ്ങനത്തെ കൊണ്ടുവരേണ്ട. ഈ മോഡേൺ ആയിട്ടുള്ള പിന്നെ പ്രയോഗങ്ങൾ തന്നെ നോക്കുക എന്നുള്ളത് വേറെ വിഷയം. ഓക്കെ, ഇനി എനി അതർ ക്വസ്റ്റ്യൻ? പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാല് ഈ കിട്ടാത്ത സെന്റൻസുകളൊക്കെ ഉണ്ടാവില്ലേ, കുട്ടികൾ സന്തോഷം ഉണ്ടാക്കുന്ന അതുപോലത്തെ കിട്ടാത്ത അറബികൾ ഉണ്ടാവില്ലേ, ആ വാക്കുകൾ ഇപ്പൊ നമുക്ക് എവിടുന്ന അന്വേഷിച്ച് കണ്ട അതിന്റെ അർത്ഥം എവിടുന്ന കിട്ടുക? ഏത് സൈറ്റ് എങ്ങനെ ആപ്പാണ് ഉപയോഗിക്കുക? നമ്മളെ എന്താണ് അവിടെ ഉദ്ദേശിച്ചത്, ആ സിയാക്കിൽ നിന്ന് എന്താണ് ഉദ്ദേശിച്ചത്, അതാണ് കൊടുക്കേണ്ടത്. ചിലപ്പം ആ പറഞ്ഞ ഡിക്ഷണറി അർത്ഥത്തിൽ നിന്ന് അപ്പുറത്ത് പോകും. ചിലപ്പോൾ നമ്മൾ അവിടെ ആ സിയാക്കിൽ എന്താ ഉപയോഗിച്ചത് എന്നുള്ളതിനോട് യോജിച്ചിട്ടുള്ള അർത്ഥം നമ്മൾ നോക്കണം. അപ്പോൾ നമുക്ക് സിയാക്ക് മനസ്സിലാവണം. കോണ്ടെക്സ്റ്റ്, ടെക്സ്റ്റ് ഈസ് ഇൻഎക്സ്ട്രിക്കബ്ലി എംബെഡഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് എന്നാണ്. അപ്പോൾ ഈ ടെക്സ്റ്റും കോണ്ടെക്സ്റ്റും അത്രയും ബന്ധമുണ്ട്. കോണ്ടെക്സ്റ്റ് മനസ്സിലാവാതെ ടെക്സ്റ്റ് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സൂപ്പറായിട്ട് നോക്കി എടുത്തുകൊണ്ട് കൊടുക്കാനേ പറ്റുള്ളൂ. എന്താ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, കിട്ടിയവർക്ക് എന്താ ആയിന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് മനസ്സിലാകുന്നത് കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളത്. കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആ ലാംഗ്വേജ് നല്ല പിടുത്തം കിട്ടണം. ആ ലാംഗ്വേജിൽ നല്ല ലാംഗ്വേജ് മാത്രമല്ല അതിൻ്റെ ഒരു കൾച്ചറൽ വശവും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ പണ്ട് ഇങ്ങനെ ഒരു വാഫി ഇത് ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ നജീബിൻ്റെ ആടുജീവിതം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മുഷയാട എന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു പ്രയോഗങ്ങളൊക്കെ കൃത്യമായിട്ട് മലയാളികൾ പ്രയോഗിക്കുന്ന നമുക്ക് മാത്രം മനസ്സിലാകുന്ന പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അത് എങ്ങനെ ട്രാൻസ്ലേഷൻ ചെയ്യും? അതിന് പദം ട്രാൻസ്ലേഷൻ ചെയ്താൽ അതിൻ്റെ അർത്ഥം അവിടെ പോകില്ല. പദം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും, പക്ഷെ അതിൻ്റെ കൂട്ടത്തിലുള്ള മാന എന്താ ഉണ്ടാവില്ല. അതേപോലെ അങ്ങോട്ട് നമുക്ക് തെയ്തിയത്ത് ചെയ്യാൻ എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ അതിന് സമാനമായിട്ടുള്ള പദപ്രയോഗങ്ങൾ അറബികൾക്ക് അത് ഒരു അങ്ങനത്തെ ഒരു മൈൻഡ് അല്ലെങ്കിൽ ടേസ്റ്റ് ഏത് പദം വെച്ചാലാണ് കിട്ടുക അത് ഉപയോഗിക്കേണ്ടി വരും ചിലപ്പോൾ. ഓക്കെ, സാറേ ഹലോ. കേൾക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒരുപാട് വായിക്കണം എന്ന് പറഞ്ഞിരുന്നില്ലേ?
ആ അപ്പൊ അതില് ഇപ്പോ ഈ പത്രങ്ങളാണോ അതോ നമ്മളെ മാഗസിൻസ് എങ്ങനത്തെ രീതിയിലുള്ളതോ നമ്മൾ അറബിയുമായി ബന്ധപ്പെട്ടുള്ള വായിക്കേണ്ടത്? ഒരു റീഡർമാർ പല കൊല്ലത്തിലുണ്ട്. പഠിക്കുന്ന ആളുകൾ, സ്റ്റുഡൻസ് ഉണ്ട്, അതുപോലെ ഏതെങ്കിലും ഒരു പരീക്ഷ പാസ്സാകാനുള്ള പിന്നെ അങ്ങനത്തെ റീഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ IAS ഉദ്യോഗസ്ഥർ, അങ്ങനത്തെ അതിന് പാസ്സാകാൻ നോക്കുന്ന ആളുകൾ, അതേപോലെ ജനറൽ റീഡർ ഉണ്ട്, അതേപോലെ ഏതെങ്കിലും കരിയറിനുമായി ബന്ധപ്പെട്ട ഓല ഫീൽഡിൽ വായിക്കുന്നവരുണ്ട്. വായനക്കാർ പല രീതിയിലാണ്. ഒരു ട്രാൻസ്ലേറ്റർ അങ്ങനെ, ട്രാൻസ്ലേറ്റർക്ക് എന്തും റെലവെൻ്റ് ആണെന്നുള്ളതാണ്. ഓനിക്ക് എന്താ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വരാമെന്ന് പറയാൻ പറ്റൂല. ഏത് ടീമിൻ്റെതാണ് ഏത് കൗമിൻ്റെതാണെന്ന് പറയാൻ പറ്റൂല. ആ കൗമിനോട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമുക്ക് കയ്യിൽ കിട്ടണമൊക്കെ വായിക്കുക എന്നുള്ളതാണ്. ഇന്നത് വായിക്കണം എന്നുള്ളതല്ല. പത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവരുടെ കറണ്ട് അഫയേഴ്സുകൾ കിട്ടും. പിന്നെ അവരുടെ ചരിത്ര പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അവരുടെ പാസ്റ്റ് കിട്ടും, അവരുടെ ചരിത്രങ്ങൾ കിട്ടും. പത്രങ്ങളും മൊത്തം പത്രങ്ങൾ അതുപോലെ തന്നെ അവരുടെ ചാനലുകൾ അതൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ ഏകദേശമൊക്കെ ഇങ്ങനെ കൾച്ചറുകൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. പിന്നെ ഫേസ്ബുക്കുകളിൽ ഓരോ അറബികളൊക്കെ ഫോളോ ചെയ്യാൻ നോക്കുക. പിന്നെ അറബികൾ എഡ്യൂക്കേറ്റഡ് ആയ അറബികൾ തന്നെ ആവണമെന്നില്ല. ഇവരൊക്കെ എന്തൊക്കെയാണ് പറയുന്നത്, എങ്ങനെയൊക്കെയാണ് ഇവർ ഭാഷ പോകുന്നത്, ഇവരൊക്കെ ചിന്ത എങ്ങനെയൊക്കെയാണ് പോകുന്നത്, ഇവർ എന്തൊക്കെ പറയുമ്പോഴാണ് ഇവർക്ക് പൊള്ളുന്നത്, അല്ലെങ്കിൽ ചിരിക്കുന്നത്, സന്തോഷിക്കുന്നത്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു വൈഡായിട്ട് മൊത്തത്തിൽ നമ്മൾ ഓരോ കൂട്ടത്തിലാണ് അലിഞ്ഞു ചേരുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇന്നത് എന്നുള്ളത് അല്ല, ഒരു ട്രാൻസ്ലേറ്ററെ സംബന്ധിച്ചിടത്തോളം എന്തും റെലവെൻ്റ് ആണ്, ഒരു ഒബ്സർവറാണ്. നമുക്ക് എവിടെ പോയാലും നമ്മൾ നോക്കേണ്ടത് നമ്മളോട് തന്നെ പറയണം, ഞാൻ ഒരു ട്രാൻസ്ലേറ്ററാണ്, ഞാൻ ഇതിൽ നിന്ന് എന്തൊക്കെയാണ്, ഇവരെങ്ങനെയാണ്, എന്താണ് പഠിക്കുന്നത്, എന്താണ് ഇവർ ഒരു എമിറ്റ് ചെയ്യുന്ന മെസ്സേജ്, കൺവേ ചെയ്യുന്ന മെസ്സേജ്, അതായിരിക്കണം നമ്മുടെ ക്വസ്റ്റ്യൻ. ഒരു ട്രാൻസ്ലേറ്റർ എന്നുള്ള നിലക്കുള്ള റീഡർ എൻ്റെ ക്വസ്റ്റ്യൻ ഇതായിരിക്കണം. അപ്പോൾ എല്ലാതും വായിക്കുക. അപ്പോൾ നമുക്ക് എത്തിപ്പെടുന്ന ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും സമയങ്ങളും കഴിവുകളൊക്കെ. അതിനനുസരിച്ച് എന്ത് ചെയ്താൽ മതി, ഒരു മെക്കാനിസം ഉണ്ടാക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഡെയിലി പത്രം വായിക്കാൻ കഴിയൂല, ആയിക്കോട്ടെ, എനിക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം ഒരു അറബികളെ പത്രം വായിക്കാം. അല്ലെങ്കിൽ അറബി പത്രം വായിക്കാൻ അരിച്ച് പൊറുക്കി വായിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു സ്കിം ചെയ്യുക. അത് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുമ്പോൾ അത് നോക്കുക, അതിന് കുറച്ച് വായിച്ചു നോക്കുക. ഫുള്ള് വായിക്കണമെന്നില്ല, ഒബ്സർവർ ആയാൽ മതി. എന്താണ് സംഭവം എന്ന് ഇങ്ങനെ മനസ്സിലാക്കി പോവുക. അങ്ങനെ കുത്തിരുന്നാണ്ട് ബിസ്മില്ലാ പറഞ്ഞിട്ട് ഇങ്ങനെ ABCD അങ്ങനെ ഒന്നായിട്ട് പോയാൽ ആ പത്രം അരപ്പേജ് ആകുമ്പോഴത്തേന് നമ്മളത് കഴിഞ്ഞു. പിന്നെ പിറ്റേ ദിവസം പത്രം എടുക്കൂല, അത് പറ്റൂല. സ്കിമ്മിങ് ആണ് നല്ലത്. ഏറ്റവും ഒബ്സർവർ ആവാൻ എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെയാണ് കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ പുതിയ വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഇതിനെങ്ങനെയാണ് അവിടെ അറബി പ്രയോഗിക്കുന്നത്, ഇവരെന്താണ് പറയുന്നത്. പിന്നെ പത്രങ്ങൾ മാത്രമല്ല, പത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഫോർമൽ സാധനമാണ്. അതിലൊരു എഡിറ്റിംഗ് നടന്നിട്ടാണ് വരുന്നത്. ട്രാൻസ്ലേറ്റർക്ക് ഒരു എഡിറ്റഡ് ആയിട്ടുള്ള എപ്പോഴും ഒരു പുസ്തകം അല്ലെങ്കിൽ ഇങ്ങനെ ഫോർമലായിട്ടുള്ള സാധനങ്ങളല്ല. ആരെങ്കിലും ബോധപൂർവം കൈകടത്തിയ സാധനങ്ങളാണ് ഈ ഫോർമൽ സാധനങ്ങൾ എന്ന് പറയുന്നത്. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോധപൂർവമായി കൈകടത്തലാണ്. അല്ലെങ്കിൽ ഒരു പുസ്തക രചന അതൊരു ബോധപൂർവമായി കൈകടത്തലാണ്. റിപ്പോർട്ടിങ്, ന്യൂസ് റിപ്പോർട്ട് ബോധപൂർവമായിട്ടുള്ള കൈകടത്തലാണ്. ഈ ഒരു ട്രാൻസ്ലേറ്റർ എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ അപ്പുറത്ത് കിട്ടണം. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ സൗകര്യമാണ് ഒരു പിന്നെ ഫേസ്ബുക്കിലൊക്കെ 4-5 അറബികൾ നമ്മൾ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബിൽ അറബിയിൽ എന്തെങ്കിലും പിന്നെ ഉള്ള പോസ്റ്റുകൾ, അതിൻ്റെ അടിയിലുള്ള അറബിയുള്ള കമൻറ്റുകൾ ഉണ്ടാവും, നമ്മൾ വായിച്ചു നോക്കുക. അല്ലെങ്കിൽ എക്സ് ആണ് പഴയ ട്വിറ്റർ, അതിൽ അറബികൾ പറയുന്നുണ്ടാവും ഓല ലാംഗ്വേജ്. ഈ ഓല ആമിയക്കാരൻ കാര്യമായിട്ട് പറയാം. ആമിയ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു വൈകുന്നേരം കൊണ്ട് ഈ അറബി ശരിക്ക് ഫോർമൽ അറബി അറിയുന്ന ആളുകൾക്ക് ഒരു വൈകുന്നേരം കൊണ്ട് ഐഡിയ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. വളരെ കുറഞ്ഞ സാധനങ്ങൾ അതിൻ്റെ ഒരു കോഡുണ്ട്, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും. പിന്നെ ഇങ്ങനെ സംസാരിക്കാനല്ല കേട്ടോ ഞാൻ പറയുന്നത്, അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വായനയിലൂടെ മനസ്സിലാക്കാനുള്ള കാര്യമാണ്. മറ്റേത് ഇപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എത്ര നമ്മൾ പ്രാക്ടീസ് കൊടുക്കണോ അത്രേ അതിൻ്റെ കഴിവുണ്ടാവുള്ളൂ സംസാരിക്കുന്ന വിഷയം. അപ്പോൾ ഇങ്ങനത്തെ ഓരോ പോസ്റ്റുകൾ, ആളുകളുടെ പോസ്റ്റുകൾ നോക്കുക. അത് അൺഎഡിറ്റഡ് ആണ്. ഓലാണ് പറഞ്ഞു തരിക, ഓലാണ് പറയണം, ഓരോ വായിലുള്ളതാണ് പറയണം, ഓരോ മൈൻഡിലുള്ളതാണ് പറയണം. അത് നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റെലവെൻ്റ് ആണ് ആളുകളെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി നമ്മളെ വായനകളിൽ ഉൾപ്പെടുത്തണം എന്ന്. അപ്പോൾ ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു പുസ്തകത്തിൽ മാത്രം ഒതുങ്ങിക്കരുത് എന്നർത്ഥം. ഹലോ സാർ, ആ പറഞ്ഞു. പിന്നെ ഇപ്പൊ ഈ വായനയുടെ കാര്യം പറഞ്ഞില്ലേ, മോഡേൺ അറബി അങ്ങനത്തെ ഇതൊക്കെ. ആ. ഇപ്പൊ നമ്മ ഒരു ട്രാൻസ്ലേറ്റർ ആവുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ടൂൾസ് ഉണ്ടാവില്ല. ഇപ്പൊ നമ്മ കിതാബൊക്കെ പഠിക്കുകയാണെങ്കിൽ മക്തബത്ത് ഷാമിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട് പെട്ടെന്നൊരു നമുക്കൊരു നോളജ് കണ്ടെത്താൻ പറ്റും. അതുപോലെ ഒരു ട്രാൻസ്ലേറ്റർ ആകുമ്പോൾ നമുക്ക് പല വേർഡ്സ് അതൊക്കെ കണ്ടെടുത്താൻ പറ്റിയ ആപ്പുകൾ അല്ലെങ്കിൽ ബുക്സ് അങ്ങനെ സാറിന്റെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ പെട്ടതാണ് പ്രോസ്. ഞാൻ പറഞ്ഞു,
അതിൽ ട്രോസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ലേറ്റേഴ്സിൻ്റെ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അതിൽ അറബികളും അല്ലാത്തവരൊക്കെ ഉണ്ട്. നമുക്ക് അറബികളെ ഫോളോ ചെയ്യാം. അറബികളുടെ ഫോമുകൾ ഉണ്ടാവും, ഓരോ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവും, ഗ്രൂപ്പുകൾ ഉണ്ടാവും, കമ്മ്യൂണിറ്റി ഉണ്ടാവും. അതിലൊക്കെ ആഡ് ചെയ്യുക, നമ്മൾ മെമ്പർ ആവുക. അതൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അതിൻ്റെ പ്രോ വെർഷനൊക്കെ ഉണ്ട് വേറെ. അതിലൊക്കെ ചെയ്യുക. അതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുസ്തലഹാത്തുകളൊക്കെ പിന്നെ പിന്നെ കളക്ട് ചെയ്യപ്പെട്ട ഭാഗങ്ങളുണ്ട്. അതേപോലെ പിന്നെ മുസ്തലഹാത്തുകൾ അല്ല നിങ്ങൾ ഉദ്ദേശിച്ചത്, ഇങ്ങനത്തെ പദപ്രയോഗങ്ങളുടെ കളക്ഷൻസ്, അതിനൊക്കെ കണ്ടമാനം പിന്നെ വെബ്സൈറ്റുകളും അതുപോലെ പുസ്തക മുഅ്ജമാത്തുകളൊക്കെ ഉണ്ട്. ഇവിടെ അടുത്ത് പിന്നെ അറബിക് ലാംഗ്വേജ് അക്കാഡമി സൗദി അറേബ്യയിലുള്ള ഒരു പുതിയ മുഅ്ജമ ഇറക്കി. എന്താ വെച്ചാൽ ഒരു സുക്കൂർ എന്ന് പറഞ്ഞാൽ ഓരോ പക്ഷിയുണ്ടല്ലോ, ഒരു കൈകൻ്റെ പോലത്തെ പരുന്ത്. അപ്പോൾ അത് അറബികളെ യുഎയിലും അങ്ങനെ തന്നെ അറബികൾക്ക് ഭയങ്കര ഒരു കൾച്ചറലി ടച്ചുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ പേരിലൊരു മോശം വന്നിട്ടുണ്ട്. അതിൽ 144 പിന്നെ ആദ്യം ഒരു 2 മാസം മുന്നെയാണ് ആദ്യം ഇറങ്ങി. പിന്നെ അതിലേക്ക് 150 വേർഡ് പിന്നെയും കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് രണ്ടാമത് ഇറക്കി ഇവിടെ അടുത്ത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇവോൾവിങ് ആണ്. ഈ പിന്നെ സാധനങ്ങളൊക്കെ നമുക്ക് ഓൺലൈനിൽ ലഭ്യമാണ്. അതിന് പിന്നെ പ്രധാനപ്പെട്ടത് ലാംഗ്വേജ് അക്കാഡമികൾ, അതുപോലെ പിന്നെ മക്തബു തൻസീഖ് താരീബ് എന്ന് പറഞ്ഞ മൊറോക്കോയിൽ ഉള്ള ആ പിന്നെ സംഘടന ഓലൊക്കെ വെബ്സൈറ്റുകളുണ്ട്. ഇതിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പല സാധനങ്ങളും കിട്ടാണ്ട്. പിന്നെ എളുപ്പത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 2-3 സാധനങ്ങൾ പറയാം. ഒന്ന് മജ്മു ലോത്തുൽ അറബിയ ദിമഷ്ക്, ഓലെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഓല ഇറക്കിയ എല്ലാ മോജമുകളും ഉണ്ട്, അത് നമുക്ക് എടുക്കാൻ കഴിയും. പിന്നെ ഒക്കെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ മറ്റേ അറബിക് ലാംഗ്വേജ് അക്കാഡമി സൗദിയത്തെ സൽമാൻ അക്കാഡമി, നമ്മളെ ഫാസിൽ സാർ അവിടെ പോയിരുന്നല്ലോ. അപ്പോൾ അവരുടെ ലാംഗ്വേജ് ഇതും അതുപോലെ തന്നെ കൈറോ അക്കാഡമി, ഇവരൊക്കെ ഒരു ഓൺലൈനായിട്ട് തന്നെ എന്താ ഡിക്ഷണറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലൊക്കെ ഈ സാധനങ്ങൾ കിട്ടാനുണ്ട്. അപ്പോൾ അതിൽ ഇംഗ്ലീഷ് അടിച്ചു നോക്കിയാൽ കിട്ടും, അറബി അടിച്ചു നോക്കിയാൽ അങ്ങനെ കിട്ടും. അതൊക്കെ വളരെ എളുപ്പമാണ്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പോൾ ഈ AI വന്നതോടുകൂടെ നമുക്ക് അനന്തമായ സാധ്യതകളാണ്. അത് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഈ പ്രോംപ്റ്റ് ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ എങ്ങനെ ഈ സാധനത്തിനോട് നമ്മൾ ഇപ്പോൾ മനുഷ്യന്മാരോട് മാത്രമല്ല ട്രാൻസ്ലേഷൻ. ഇപ്പോൾ നമ്മൾ പഴയ കാലത്തൊക്കെ മനുഷ്യന്മാർ ഇപ്പോൾ ഈ പുതിയ AI വന്നപ്പോൾ നമ്മൾ മനുഷ്യന്മാർ AIനോട് കൂടെ പിന്നെ സംവദിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ AIനോട് സംവദിക്കുന്നതിനാണ് ഈ പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് പിന്നെ ഈ മെഷീനോട് നമ്മൾ പിന്നെ ഈ ആശയവിനിമയം നടത്തേണ്ടത് എന്നുള്ള സ്കില്ലും കൂടി നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ചിലരൊക്കെ ചാറ്റ് GPT ഒക്കെ 0 ഷോട്ട് പ്രോംപ്റ്റ് ആണ്. 0 ഷോട്ട് പ്രോംപ്റ്റ് ജസ്റ്റ് വാട്ട് ഈസ് അങ്ങനെ അടിച്ചു കൊടുക്കണേ. അങ്ങനെയല്ല, വാട്ട് ഈസ് മാത്രമല്ല, വാട്ട് ഈസിൻ്റെ കോണ്ടെക്സ്റ്റ് അടിച്ചു കൊടുക്കണം. പിന്നെ നമ്മളെ ഒരു പിന്നെ ലെവൽ എന്താണെന്ന് അടിച്ചു കൊടുക്കണം. അതിൽ ചില ഭാഗം നമുക്ക് അറിയുന്ന ഭാഗങ്ങളൊക്കെ ഇതൊക്കെ ഉൾപ്പെടുത്തണം. അങ്ങനെ ഒരു പാരഗ്രാഫ് ഉണ്ടാവും, ഒരു പ്രോംപ്റ്റ്, നല്ല പ്രോംപ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഫുള്ള് നമുക്ക് കിട്ടും. അപ്പോൾ പിന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞ ഈ പിന്നെ വെബ്സൈറ്റുകളിൽ പോവാം. അല്ലാതെ തന്നെ ഈ ചാറ്റ് GPT പോലത്തെ, അല്ലെങ്കിൽ അത് പല സാധനം, പെർപ്ലെക്സിറ്റി, അതിൻ്റെ കൊമറ്റ്, പല സാധനങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ എങ്ങനെ വിജയകരമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ അപ്പോൾ നമുക്ക് കിട്ടും. നമുക്ക് എന്താ വേണ്ടി വെച്ചാൽ നല്ല ഐഡിയ, ക്രിയേറ്റീവ് ആയി എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നത്, അതാണ് വേണ്ടത്. മനസ്സിലായി എന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് നമ്മള് ഒരുപാട് ചോദ്യങ്ങളും ഒക്കെ വളരെ സരളമായിട്ട് തന്നെ ഉത്തരം നൽകിയിട്ടുണ്ട്. ഇതൊരു നമ്മൾ അറബി ഭാഷയെ പറഞ്ഞ പോലെ ദുർറുൻ കമീനുൻ എന്ന് പറഞ്ഞില്ലേ, ഏതൊരു ഷായർ അറബി ഭാഷയെ കുറിച്ച് പറഞ്ഞു. അതുപോലെയാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഞാൻ 2.5 വർഷം മുന്നേ ട്രാൻസ്ലേഷൻ ബാച്ച് തുടങ്ങണമെന്ന് ആഗ്രഹിച്ച സമയത്ത് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള മുഴുവൻ പുസ്തകങ്ങളും വാങ്ങി. അതാണ് ഞാൻ ആദ്യം ചെയ്തത്. കേരളത്തിൽ നിലവിലുള്ള മുഴുവൻ ട്രാൻസ്ലേഷൻ പുസ്തകങ്ങളും പൈസ കൊടുത്ത് വാങ്ങി 6 മാസം പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഒരു ബാച്ച് തുടങ്ങുന്നത്. ആ കോൺഫിഡൻസ് എപ്പോഴും ഉള്ളത്. അപ്പൊ നമ്മളൊന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ സ്ഥാനത്തേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ ഈ ലാംഗ്വേജ് എക്സ്പേർട്ടുകൾ എന്നൊക്കെ പറയുന്ന തസ്തിക, ലിംഗ്വിസ്റ്റ് എന്നൊക്കെ പറയും, അഥവാ മുദഖിഖുൽ ലുഅവി, അറബിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ മുദഖിഖുൽ ലുഅവി എന്നൊക്കെ പറയും. അപ്പൊ നമ്മളെപ്പോലെ അൽഫിയയും അതുപോലെ തന്നെ മറ്റു ഭാഷാ കിതാബുകളും, അല്ലെ, ഇൽമുൽ ലുഅയിലുള്ള കിതാബുകളൊക്കെ പഠിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം
ഇംഗ്ലീഷ് ഭാഷയും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വലിയ ലെവലിലേക്ക് എത്താൻ പറ്റും. അതിന്റെ മാർഗങ്ങളും വഴികളാണ് നമ്മുടെ സയ്യിദ് മുഹമ്മദ് സാർ പറഞ്ഞു തന്നത്. അപ്പൊ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എഴുതി വെക്കുന്ന ശീലമോ പറഞ്ഞ അറിവിനെ എക്സ്പ്ലോർ ചെയ്ത് കണ്ടെത്തുന്ന രീതിയോ ഇല്ല നമുക്കിടയിൽ. അപ്പൊ അതൊക്കെ നമ്മുടെ അക്കാഡമിയിൽ വന്നുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഒന്ന്, ഇതുവരെ ഉണ്ടായിരുന്ന ഹാബിറ്റുകളൊക്കെ മാറി ഈ മേഖലയിൽ വലിയ രൂപത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏതൊക്കെ ചോദ്യമുണ്ടോ ആ ചോദ്യത്തിനെല്ലാം ഉത്തരം തരാൻ നിങ്ങളുടെ മെന്റേഴ്സും, അതുപോലെ തന്നെ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ഇവരെ പോലത്തെ ആളുകളോടൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി, നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. ഇന്ന് നിങ്ങൾക്ക് മെന്ററായിട്ട് വരുന്ന നമ്മളെ നസീം സാറുണ്ട്. അപ്പൊ നസീം സാർ ഇന്ന് ഈവനിങ്ങിൽ മെസ്സേജ് അയച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ജെമിനിയുടെ പ്രോ വേർഷൻ ഉണ്ട്, ഞാൻ ചില ഡോക്യുമെന്റ് അതിൽ ഇടുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ മാനുവലായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തതും വിട്ടാൽ ജെമിനിയായി പറഞ്ഞുതരത്രേ അതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെയും ഓപ്ഷൻ ഉണ്ട് എന്ന് കാണിച്ചാൽ, അത് പ്രോ വേർഷനിൽ കേട്ടോ, ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ല. അപ്പൊ അത്രയും സാധ്യതകൾ AI ഡെവലപ്പ് ചെയ്തത് കൊണ്ട് നമുക്കുണ്ട്. ജോലി പോകുന്നതിന് പകരം നമ്മുടെ സാലറി ഹൈക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് എന്റെ പഠനം. അല്ലാതെ AI വന്നോണ്ട് ജോലി പോകില്ല, മറിച്ച് നമ്മൾ AI എക്സ്പെർട്ട് ആയാൽ നമ്മുടെ സാലറി പാക്കേജ് കൂടെ ചെയ്യാം. കാരണം 3 ആളുകളെ അക്കോമഡേറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് നമ്മൾ ജോലി ചെയ്താൽ മതിയല്ലോ. അപ്പൊ കമ്പനിക്കു ലാഭമാണ്. ഇൻഷാ അല്ലാഹ്. അപ്പോ ഞാൻ 20-25 മിനിറ്റ് സംസാരിക്കാനാണ് പറഞ്ഞിരുന്നത്. പക്ഷെ വളരെ വിശാലമായി നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തന്നു. അൽഹംദുലില്ലാഹ്. അക്കാഡമി അതിന് കൃതജ്ഞത അറിയിക്കാണ്. അപ്പോ ഉസ്താദ് പറഞ്ഞതുപോലെ ഇപ്പൊ കുറെ മുത്താലിമുകളെ കൊണ്ട് ഇഷ്ടിക്കാക്കും, ഒരുപാട് അറബിക് ടേമുകളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതിനൊക്കെ ഇംഗ്ലീഷ് ഉണ്ട്. അപ്പൊ നമ്മൾ അബൂബക്കർ സാറുണ്ടായിരുന്നു, സയ്യിദ് ഹുസൈൻ അറിയുന്നു, നമ്മളെ കേരളത്തിലെ ഏറ്റവും എക്സ്പെർട്ട് ആയ ഒരു ട്രാൻസ്ലേറ്റർ. അപ്പൊ ഓരൊക്കെ നെഹവുൽ വാദിഹ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. വ്യത്യസ്തമായ കിതാബുകളൊക്കെ ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കും, ഗ്രാമറുടെ ഒക്കെ ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കും. അപ്പൊ അതിൽ വരുന്ന ടേംസ് ആൻഡ് ടെർമിനോളജീസ് ഒക്കെ ഉണ്ടാവും. മുബ്തദ, ഖബർ, അങ്ങനെ നമ്മൾ പഠിക്കുന്നില്ലേ കുറെ സംഭവങ്ങള്. ഇതിന്റെയൊക്കെ ഇംഗ്ലീഷ് എന്താണെന്ന് നമുക്കറിയില്ല. പുസ്തകം കുറെ ഇങ്ങനെ, അതൊക്കെ നമുക്കൊരു ഹരമായിരുന്നു അന്ന്. അപ്പൊ ഉസ്താദിന്റെ ക്ലാസ്സിൽ അതുപോലെ ഒരുപാട് പദങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എഴുതി വെച്ച് ഇൻഷാ അല്ലാഹ് നമ്മളുടെ ജേണി ഇന്ന് മുതൽ തുടങ്ങുകയാണ്. അപ്പൊ ഈ ഒരു സ്പിരിറ്റ് അവസാനം വരെ ഉണ്ടാവണം. അപ്പോ ബിദായത്ത് ഉഷാറാവുകയും ഖാത്തിമത്ത് മോശമാവുകയും ചെയ്യരുത്. പല ബാച്ചിൽ അങ്ങനെ ഉണ്ടാവാം. അഥവാ എല്ലാവരും ആവേശം ഫസ്റ്റിൽ എല്ലാവരും ഉണ്ടാവും. പിന്നെ എന്താ വർക്ക് ചെയ്യാത്തത് എന്ന് ചോദിച്ചാല് ചിലവര് പറയും കല്യാണമായിരുന്നു, ചിലവര് പറയും വേറെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു, അങ്ങനെയൊക്കെ പറയും, പല കാരണങ്ങളും പറയും. അങ്ങനെ നിങ്ങൾ സാറേ പറയരുത്. ഇതുണ്ട്. ആ നമ്മുടെ ഈ അക്കാഡമിയിൽ പഠിച്ച് ആ പിന്നെ ജോലി ചെയ്യുന്നവര് ഉണ്ടല്ലോ അല്ലേ കുറെ? നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് ചെക്ക് ചെയ്താൽ ആ നമ്മളെ കുറെ കാണും. നമ്മുടെ അൽ ഉയൂർന്ന് അടിച്ച ഇൻസ്റ്റഗ്രാമിൽ കയറിയാല് അതൊക്കെ അതിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ലിങ്ക്ഡിനിലൊക്കെ നമ്മൾ അതിന്റെ അപ്ഡേഷൻസ് വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ആദ്യം നമ്മൾ ഫോക്കസ് ഒന്ന് അറിയിച്ചാല് നിലവിൽ എന്താ ചെയ്യുന്നത്, നമുക്കൊരു മോട്ടിവേഷൻ ആവും. ഞാന് ഇപ്പോ ഇവിടെ മർക്കസ് ആർട്സ് സയൻസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അതുപോലെ തന്നെ നിലവിൽ ലിബിയയിൽ ട്രിപ്പോളിയിൽ PhD സ്കോളറും കൂടിയാണ്. അതുപോലെ തന്നെ നിങ്ങളെ കൂടെ ഒരു ഖാദിമായിട്ടൊക്കെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പോ ഏകദേശം നമ്മൾ 2.5 വർഷത്തോളമായി ഇന്ത്യയിൽ നിലയുറപ്പിച്ച് അറബി ഭാഷയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു. അതിലൊരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് നിങ്ങളോട് ആശംസ പറയാൻ വേണ്ടിയിട്ട് ഖത്തറിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന നമ്മുടെ പ്രിയ അക്കാഡമിക് ഡയറക്ടർ സിദ്ദീഖ് നൂറാനി, അവർ ഇൻഷാ അല്ലാഹ് 2 വാക്ക് സംസാരിക്കും. ആപ്പിളാവ് ദിവസ ഓക്കെ ആണോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും ഇന്നത്തെ അസ്സലാം.
എൻ്റെ സൗണ്ട് ഞാൻ പുറത്താണ് ഉള്ളത്, അപ്പോൾ സൗണ്ടിൽ ചെറിയ ക്ലാരിറ്റി ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് പറയണേ. എങ്ങനെയാണ് ഫാദിൽ സാർ ക്ലാസ്? ഓക്കെ ആണ്. അപ്പോൾ പ്രിയപ്പെട്ട അല്ലുവിൻ അക്കാഡമിയുടെ ഡയറക്ടർ ഫാദിൽ സാറ്, അതേപോലെ ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റും, അതേപോലെ എൻ്റെ പ്രിയ സുഹൃത്തുമായിട്ടുള്ള സെയ്ദ് മുഹമ്മദ്, എൻ്റെ നേരെ സീനിയർ ബാച്ചിൽ 2016-2018 ബാച്ചിൽ JNUവിൽ നിന്ന് മാസ്റ്റേഴ്സ് ചെയ്ത പിന്നെ നമ്മുടെ എൻ്റെ സീനിയറാണ് സെയ്ദ് സാറ്. ആ സമയം മുതലേ സെയ്ദ് സാറിന് നല്ല പരിചയമുണ്ട്. JNUവിൻ്റെ എൻട്രൻസ് എക്സാമിനൊക്കെ കൃത്യമായ ഡയറക്ഷൻ തന്ന് ആ സമയത്ത് പിന്നാലെ കൂടിയതാണ്. അൽഹംദുലില്ലാ ഇപ്പോഴും നല്ല ബന്ധം കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു അക്കാഡമിക് എക്സ്പേർട്ടാണ്. കറന്റ്ലി PhD ചെയ്തുകൊണ്ടിരിക്കുന്നു. ട്രാൻസ്ലേഷൻ സ്റ്റഡീസിലാണ്. എല്ലാം പറഞ്ഞിട്ടുണ്ടാവും എന്ന് കരുതുന്നു. സാറ് ഡീറ്റെയിൽ ചെയ്ത സമയത്ത്, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ സാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്തൊന്നും ജോയിൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഇനാഗുറൽ സെഷന് നമുക്ക് സാറ് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. എന്താണ് ട്രാൻസ്ലേഷനിലുള്ള പുതിയ ട്രെൻഡുകൾ, AI വന്നു കഴിഞ്ഞാൽ AI പേടിക്കേണ്ടതില്ല, മറിച്ച് അതിനെ നമുക്ക് പറ്റിയ രീതിയിലേക്ക് നമ്മൾ സ്മാർട്ടായിട്ട് ഹൗ ടു യൂസ് ഇറ്റ് ആസ് ഇൻ എ സ്മാർട്ട് വേ എന്നുള്ള ട്രാൻസ്ലേഷൻ ഫീൽഡിൽ നമുക്ക് എങ്ങനെ ഇതിനെ സ്മാർട്ടായി യൂസ് ചെയ്യാം, ഇതിനെ കൂടി എങ്ങനെ നമ്മുടെ സാലറി ഹൈക്ക് ചെയ്യാനും അപ്സ്കിൽ ചെയ്യാനും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് മുൻപത്തെ സെഷനുകളിലൊക്കെ പറഞ്ഞത്. എസ്പെഷ്യലി ഈ ഒരു ബാച്ചിൽ ഒരുപാട് പുതിയ മുതഅല്ലിമീങ്ങൾ കൂടി കിതാബ് പഠിച്ച ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരുപാട് പേര് കൂടി ഉണ്ട് എന്നുള്ളത് ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകതയാണ്. അല്ലുവിൻ അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2.5 വർഷം മുന്നേ ഫാദിൽ സാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ ഗഹനമായ ഗവേഷണങ്ങൾ നടത്തി ഇവിടെ അവൈലബിൾ ആയ അക്കാഡമീസുകളിൽ നിന്നൊക്കെ പല അക്കാഡമീസിൽ നിന്നും നമ്മളൊക്കെ കോഴ്സുകൾ ചെയ്തതാണ്. ഓൺലൈനായിട്ട് കോവിഡിൻ്റെ പിന്നാലെ ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആയ സമയത്ത് നമ്മളൊക്കെ എല്ലാവരും ഓൺലൈനിൽ കോഴ്സുകളിലേക്ക് ട്രാൻസ്ഫർ ആയി. പക്ഷേ പല സ്ഥലങ്ങളിലും നല്ല തുടക്കം വളരെ ആവേശത്തോടു കൂടെ ആയിരിക്കും. ഇന്നത്തെ സമയത്ത് നമ്മളൊരു ട്രാൻസ്ലേഷൻ എന്ന് ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ട്രാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ലേഷൻ റിലേറ്റഡ് എല്ലാം, ട്രാൻസ്ജെൻഡർ റിലേറ്റഡ് എല്ലാം എന്നിങ്ങനെ എല്ലാം നമ്മൾ സ്വകാര്യമായി പറയുന്ന ഒരു സാധനത്തിന് പോലും ഒരുപാട് നമ്മുടെ ഇന്നത്തെ സോഷ്യൽ മീഡിയ അൽഗോരിതം അനുസരിച്ച് അത്തരം എല്ലാ സെർച്ചുകളും നമുക്ക് വരും. ഒരുപാട് അക്കാഡമീസുകൾ വരും. ഈ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പിന്നെ അവൈലബിൾ ആയ മെറ്റീരിയലുകളും ഓൺലൈനിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് അക്കാഡമീസുകളിലും ഓഫ്ലൈൻ അക്കാഡമീസുകളൊക്കെ ഇന്ന് അവൈലബിളാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം അല്ലുവിൻ അക്കാഡമിയുടെ ഈ കോഴ്സുകൾ വ്യത്യസ്തമാകുന്നത്, അല്ലുവിൻ അക്കാഡമി ഒരു 2 month കോഴ്സിനെ ഫോം ചെയ്തിട്ടുള്ളത് അതിൻ്റെ മൊഡ്യൂളുകൾ നേരത്തെ ഫാദിൽ സാർ സൂചിപ്പിച്ച പോലെ നമ്മൾ ചെയ്ത ഗവേഷണത്തിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മൊഡ്യൂളുകൾ ഇവിടുത്തെ മിഡിൽ ഈസ്റ്റിലുള്ള ഡോക്യുമെൻസുകൾ, കറണ്ട് മൾട്ടിനാഷണൽ കമ്പനീസുകളിലേക്ക് ഹയർ ചെയ്യപ്പെടുന്നതിനാവശ്യമായിട്ടുള്ള ടൈപ്പ് ഓഫ് സ്കിൽ സെറ്റുകൾ, അക്കാഡമിയിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മൾട്ടിനാഷണൽ കമ്പനീസുകളിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എങ്ങനെയാണ് പുതിയ ജോബുകൾ ജനറേറ്റ് ആവുന്നത്, എന്തെല്ലാമാണ് എന്നൊക്കെയുള്ള, ഉദാഹരണത്തിന് നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും മറ്റു ആമസോണിലും ഇങ്ങനെ തുടങ്ങി ഓരോ നമുക്കറിയുന്നതും അറിയാത്തതുമായ പ്ലാറ്റ്ഫോമുകളിൽ എങ്ങനെയാണ് ആളുകൾ കറന്റ്ലി എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസുകളാണ് കറന്റ്ലി അറബിക് എക്സ്പേർട്ടുകളെ കാത്തിരിക്കുന്നത് എന്നെല്ലാം പരിചയപ്പെടുത്തുന്ന
മാർക്കറ്റിൽ അവൈലബിൾ ആയ ആൾക്കാർ കറൻ്റ്ലി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സിൻ്റെ സെഷനുകൾ, പ്ലസ് ലീഗൽ ട്രാൻസ്ലേഷൻ അടക്കമുള്ള ഡോക്യുമെൻ്റൽ ട്രാൻസ്ലേഷൻസ്, ഇൻ്റർപ്രിട്ടേഷൻ, പിന്നെ സബ് ടൈറ്റിലിംഗ്, ഇങ്ങനെയുള്ള വ്യത്യസ്ത മൊഡ്യൂളുകളിലൂടെയാണ് നമ്മുടെ കോഴ്സ് കടന്നു പോകാനിരിക്കുന്നത്. അപ്പോൾ എല്ലാ വീക്കും ഓരോ വ്യത്യസ്ത ഏരിയകളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ഫാദിൽ സാർ പറഞ്ഞ പോലെ ഒരാഴ്ച എനിക്ക് കല്യാണമാണെന്ന് പറഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താവും, ഈ ഒരു കോഴ്സ് ആ ഒരു ഫ്ലോ മിസ്സാകും, പെൻഡിങ് വരും. വർക്ക്ഷീറ്റ് ചെയ്യാതിരുന്നാൽ, ക്ലാസ്സുകൾ കേൾക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മളെ ഒരു ഫ്ലോ നഷ്ടപ്പെടും. അതോടൊപ്പം കോഴ്സിൻ്റെ നമുക്ക് ഒരു ഇംബാലൻസ് ഉണ്ടാവും, പിന്നെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാതിരിക്കും. അപ്പം അതുകൊണ്ട് എല്ലാം നല്ലൊരു തുടക്കമാണ്. നിർബന്ധമായിട്ടും എല്ലാ ദിവസത്തെയും വർക്ക്ഷീറ്റുകളും ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് നന്നായി പിന്നാലെ കൂടുക. ഇപ്പം കഴിഞ്ഞ ദിവസം ഇന്ന് എല്ലാവർക്കും ഉള്ളൊരു മേജർ ആശങ്ക, അല്ലുവിൻ അക്കാഡമിയിൽ നിന്ന് കോഴ്സുകൾ ചെയ്യാൻ നമ്മളെ അഡ്മിഷൻ അനൗൺസ്മെന്റ് നമ്മൾ നടത്തുമ്പോൾ, ബാച്ച് തുടങ്ങാനിരിക്കുന്നു എന്നുള്ള അനൗൺസ്മെന്റ് നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വയറി വരുന്നത് ഇപ്പോഴത്തെ കാലത്ത് AI കാലത്ത് നമുക്ക് എന്തെങ്കിലും ജോബ് ഉണ്ടോ എന്നൊക്കെ ഉള്ളതാണ്. AI നമ്മൾ പഠിക്കണം. അതോടൊപ്പം ഒരുപാട് മുതാലിമീങ്ങൾ കൂടി ഈ കോഴ്സിന്റെ ഭാഗമായതുകൊണ്ട് പറയാം, റീസെൻ്റ്ലി കഴിഞ്ഞ വർഷത്തെ റമദാനിലും അതിൻ്റെ മുന്നത്തെ റമദാൻ മാസങ്ങളിലൊക്കെ ഖത്തറിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെ ഉമ്മ, വളരെ വിഷണറി ആയിട്ടുള്ള ഷെയ്ഖ മോസയുടെ ഒരു വിഷനാണ് US-ലുള്ള അതേപോലെ വേൾഡിൻ്റെ മറ്റു ഭാഗങ്ങളിലുള്ള മേജർ യൂണിവേഴ്സിറ്റികളുടെയൊക്കെ ഒരു ക്ലബ്ബായിട്ട് അതിൻ്റെ ഓഫ് ക്യാമ്പസുകൾ വേൾഡിൽ വേറെ എവിടെയില്ല, ഖത്തറിൽ മാത്രം യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസ്, പിന്നെ കോർണിവൽ എന്നൊക്കെ പോലെയുള്ള വലിയ വലിയ യൂണിവേഴ്സിറ്റികളുടെ ഒരു സമഗ്രമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ഉണ്ട്, ഖത്തർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട്. 8ഓളം യൂണിവേഴ്സിറ്റികൾ, അതിൽ പല ആൾക്കാരും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ രജിസ്റ്റർ ചെയ്യാറുണ്ട്. പല നമ്മുടെ നാടുകളിൽ നിന്നുള്ള പല ആളുകളും നല്ല സ്കോളർഷിപ്പോടുകൂടെ തന്നെ ഹമദ് ബിൻ ഖലീഫ യൂണിവേഴ്സിറ്റിയിലും അല്ലാത്ത യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, നമ്മുടെ ഒപ്പം ചേർത്ത് പറയാണ്, ഒപ്പം അൽഹംദുലില്ലാ നമ്മുടെ അക്കാഡമിയുടെ അക്കാഡമിക് അറബിക് എന്ന് പറയുന്ന ഒരു കോഴ്സ് ചെയ്ത 3ഓളം കുട്ടികൾ കറൻ്റ്ലി ദോഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഗ്രാജുവേറ്റ് സ്റ്റഡീസിൽ ലിംഗ്വിസ്റ്റിക്സിലും അറബിക് ലാംഗ്വേജിലാണ്, ഫിലോസഫിയിലും ഒക്കെ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വിത്ത് നല്ല സ്കോളർഷിപ്പോടുകൂടെ തന്നെ അൽഹംദുലില്ലാ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഖത്തർ ഫൗണ്ടേഷൻ്റെ എന്തുമാത്രം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സെഷനുകൾ, എന്തുമാത്രം ഫണ്ടുകൾ എല്ലാം ഉണ്ടായിട്ടും കഴിഞ്ഞ വർഷം അവരുടെ ഓരോ റമദാനിൽ അവർ ഇറക്കുന്ന കോണ്ടന്റ് റിലീജിയസ് കോണ്ടന്റ് ആയിരിക്കും. റമദാനിൽ ഓരോ ദിവസവും സന്ദേശമായിട്ട് കൊടുക്കാനുള്ള ഇവരുടെ ഒരു യൂട്യൂബ് വീഡിയോ, ഓരോ ഇൻസ്റ്റയിലും കാര്യങ്ങളിലൊക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള, ഇവരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സ്പ്രെഡ് ചെയ്യാനുള്ള, ഷെയർ ചെയ്യാനുള്ള വീഡിയോയുടെ കണ്ടന്റ് പിന്നെ അതിന് സബ് ടൈറ്റിൽ ചെയ്യാൻ. അപ്പോൾ റിലീജിയസ് കണ്ടന്റ് ആണ്, റമദാനിൽ എന്താണ് ഇവർ ചെയ്യുന്നത്, കുടുംബബന്ധം പുലർത്തുക, അതിനെക്കുറിച്ച് ഒരാളുടെ ടോക്ക്, റമദാൻ ഇൻ ഖത്തർ എന്താണ്, നോമ്പിന്റെ സന്ദേശം എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള ഇസ്ലാമിക് കോണ്ടന്റുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, സബ് ടൈറ്റിൽ ചെയ്യാൻ, വീഡിയോക്ക് സബ് ടൈറ്റിൽ ചെയ്യാനുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അൽഹംദുലില്ലാ നമ്മൾ അല്ലുവിൻ അക്കാഡമിയിലൂടെയാണ് നമ്മൾ ചെയ്തത്. നമ്മൾ ഇവിടെ നിന്ന് അവർ അപ്രോച്ച് ചെയ്തു, ആ ഒരു പ്രപ്പോസൽ കൊടുത്തു, ആ ഡോക്യുമെന്റ് നമുക്ക് വന്നു, അതിന് സബ് ടൈറ്റിലിംഗ് ചെയ്തത് അല്ലുവിൻ അക്കാഡമിയിലൂടെ. കണ്ടന്റ് എന്താണ്? റിലീജിയസ് കണ്ടന്റ്. അപ്പോൾ AI കാലത്ത് നമുക്ക് നാട്ടിലെ ഓരോ കുഞ്ഞു പെട്ടിപ്പീടികൾക്ക് പോലും എന്ത് വന്നു, അവർക്കും കണ്ടന്റ് എഴുതണം, അവർക്കും സോഷ്യൽ മീഡിയ പ്രസൻസ് വന്നു. പണ്ട് വലിയ വലിയ കമ്പനികളിൽ മാത്രം ഉണ്ടായിരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസുകൾ, അവിടെ ഒരു 10 ആളുണ്ടെങ്കിൽ അവരിപ്പോൾ 4 പേരെ എടുക്കുന്നുള്ളൂ. അതേ സ്ഥാനത്ത് പണ്ട് ജോബേ ഇല്ലാതിരുന്ന, അല്ലെങ്കിൽ അറബി എക്സ്പേർട്ടിന് ആവശ്യമേ ഇല്ലാതിരുന്ന പല ഫീൽഡുകളിലേക്കും അറബിക് എക്സ്പേർട്സിന്റെ ആവശ്യകത കൂടി വന്നിട്ടുണ്ട് ഇന്നത്തെ കാലത്ത്. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞ പോലെ അറബിക് സബ് ടൈറ്റിലിംഗ്. അതേപോലെ മറ്റൊരു ക്വയറി വന്നിരുന്നു, ഖത്തർ ഫൗണ്ടേഷൻ തന്നെ വന്നൊരു ക്വയറിയാണ്, ഹനഫി മദ്ഹബ്
റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അറൗണ്ട് 10 to 15K 15,000 റിയാലിൻ്റെ അടുത്ത് വരെയുള്ള എമൗണ്ട് അവർ പേ ചെയ്യാൻ റെഡിയാണ്. പക്ഷേ ഇസ്ലാമിക് സ്റ്റഡീസിൽ അതേപോലെ ഇസ്ലാമിക് തിയോളജി കോണ്ടന്റുകൾ, ഇസ്ലാമിക് സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റുകൾ ട്രാൻസ്ലേറ്റ് ചെയ്തതിൻ്റെ പ്രിയർ എക്സ്പീരിയൻസ് ഉള്ള ആളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു റിക്വസ്റ്റ് വന്നിരുന്നു. പക്ഷേ നമ്മൾ ഷാഫി മദ്ഹബും അവർ ഹനഫി മദ്ഹബും ആയതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ പെരിഫറലായിട്ട് കാണുന്ന വളരെ സർഫേസ് ലെവലിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു ജോബ് ഓപ്പർച്യൂണിറ്റീസുകൾക്കപ്പുറത്ത് കേവലം മിഡിൽ ഈസ്റ്റിലുള്ള ടൈപ്പിംഗ് സെന്ററുകളിലെ അറബി ട്രാൻസ്ലേഷൻ ജോബുകൾക്കപ്പുറത്ത് നാട്ടിലുള്ള MNCകൾക്കും അങ്ങനത്തെ പ്രൊജക്റ്റുകൾക്കൊക്കെ അപ്പുറത്ത് ഫ്രീലാൻസിങ് ആയിട്ടും അല്ലാതെയുമൊക്കെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, എസ്പെഷ്യലി ഞാൻ എത്രത്തോളം പ്രിസൈസ് ആയിട്ട് പറഞ്ഞതാണ്, ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അല്ലാതെ നമ്മളുടെ അടുത്ത് ഒരുപാട് പ്രൊജക്റ്റുകൾ വരാറുണ്ട്. നമ്മളെ കുട്ടികൾ അൽഹംദുലില്ലാ വർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പ്രിസൈസ് ആയിട്ട് റിലീജിയസ് കോണ്ടന്റ് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് തന്നെ വന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ അതിൽ എക്സ്പേർട്ടായി നന്നായിട്ട് കണ്ടിന്യൂസ്ലി കോൺസ്റ്റന്റ് ആയിട്ട് ഇതിൻ്റെ പിന്നാലെ തന്നെ കൂടിക്കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ നമ്മൾ മറ്റു ജോബുകൾ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മളെ കൈ അനങ്ങുന്ന കാലത്തോളം, നമുക്ക് മെൻ്റലി നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യുന്ന കൈ അനങ്ങുന്ന കാലത്തോളം നമുക്കിങ്ങനെ ട്രാൻസ്ലേഷനൊക്കെ ചെയ്ത് ജീവിക്കാൻ പറ്റും. നേരത്തെ ഇവിടെ മെൻഷൻ ചെയ്ത പ്രിയപ്പെട്ട അബൂബക്കർ സാറ്, അല്ലാഹു ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. സാറ് തൻ്റെ 80+ ഏജിലും മരിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേയുള്ള സമയം വരെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാമിക് ചെയറിൻ്റെ അണ്ടറിൽ ഒരു ട്രാൻസ്ലേഷൻ കോഴ്സ് റൺ ചെയ്തിട്ടുണ്ട്. എല്ലാ വീക്കെൻഡുകളിലും, വീക്ക് ഡേയ്സുകളിൽ എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ ഉച്ചക്ക് 12 മണി വരെ തൻ്റെ വീട്ടിൽ ഒരു മുറി എടുത്തിട്ട് അവിടെ നിന്ന് മിഡിൽ ഈസ്റ്റിലെ പല സ്ഥലങ്ങളിൽ നിന്നും കുറച്ച് ടഫായിട്ടുള്ള പല ഡോക്സും വരുന്നത് എല്ലാം സാറടുത്തൊക്കെ തന്നെ എത്തുന്ന പല ഡോക്സും ഉണ്ട്. അത് സാറ് ട്രാൻസ്ലേറ്റ് ചെയ്യും, അതിനൊരു പേയ്മെൻറ്റ് സാർക്ക് കിട്ടും. പ്ലസ് മുന്നിൽ പിന്നെ ട്രാൻസ്ലേഷൻ പഠിക്കാൻ വരുന്ന 6 മാസത്തെ കോഴ്സൊക്കെ ആയിട്ട് വരുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അവരൊക്കെ സാറടുത്തുനിന്ന് ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പേയ്മെൻറ്റും. അങ്ങനെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാംഗ്വേജ് എക്സ്പെർട്ടൈസ് ആവുക എന്ന് പറയുന്നത്, ഒരുപാട് ജോബുകൾ AI ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് പുതിയ ഒരുപാട് ജോബുകൾ, എന്താണ് ആ ജോബ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് കണ്ടെത്തുന്നിടത്തും എന്ത് തന്നെ അറബി ഭാഷയിൽ ജോബ് ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാലും അതിലേക്ക് നമ്മൾക്ക് കഴിവില്ലാത്തതുകൊണ്ട്, നമുക്ക് 2 ഭാഷയിലും എക്സൽ ആവുക, അതില്ലാത്തതുകൊണ്ട് നമുക്ക് മിസ്സാവരുത്. ഓക്കെ, അങ്ങനെ ആയിരിക്കണം നമ്മളൊരു ട്രെൻഡ്. റിലീജിയസ് കണ്ടന്റിന്റെ പുറത്ത് കഴിഞ്ഞ ജൂൺ വരെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു കൊട്ടേഷൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ജൂണിൽ ജസ്റ്റ് നമ്മളൊരു ടെൻഡർ ക്ലോസ് ചെയ്തിട്ടേ ഉള്ളൂ. ഓൾമോസ്റ്റ് എവ്രി മന്ത് വെറും ഇവിടെ നിന്നുള്ള ഖത്തറിൽ നിന്നുള്ള ഒരു ജെംസ് ട്രാൻസ്ലേഷൻ, ജെംസ് മീഡിയ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മൾ കണ്ടന്റുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലുവിൻ അക്കാഡമിയിലെ ഇൻക്ലൂഡിങ് ഉറുദു, ഹിന്ദി ട്രാൻസ്ലേഷൻസ്, അറബി, മലയാളം ട്രാൻസ്ലേഷൻസുകളിലൂടെ മാത്രം അറൗണ്ട് 2 lakh നമ്മൾ പേ ചെയ്യാറുണ്ടായിരുന്നു. ഫ്രീലാൻസിങ്ങിലൂടെ ഒക്കെ നമ്മൾ അല്ലുവിൻ അക്കാഡമിയിലെ ട്രാൻസ്ലേറ്റേഴ്സ് ആണ്. നമ്മുടെ അക്കാഡമിയിൽ പഠിച്ചു കഴിഞ്ഞ കുട്ടികൾ ഇവരൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇന്നത്തെ ഞാൻ കുറെ വിശാലമായി പറഞ്ഞു. സ്റ്റിൽ നേരത്തെ ചില ചോദ്യങ്ങൾ കേട്ടപ്പോൾ ഇങ്ങനെ പറയണം എന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞതാണ്. ഇൻഷാ അല്ലാ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. മുന്നോട്ടേക്കുള്ള ഗമനത്തിൽ ഇന്ന് ഇനാഗുറൽ സെഷന് വന്ന നമ്മുടെ പ്രിയപ്പെട്ട ചീഫ് ഗസ്റ്റിനെയും അതല്ലാതെ നമ്മുടെ ഗ്രൂപ്പ് മെന്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെയും ഫാദിൽ സാറിനെയും എന്നെയൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അറബി ഭാഷയുമായി എൻഗേജ് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ സംസാരിക്കാനും നമുക്കറിയുന്നത് പറഞ്ഞു തരാനും നിങ്ങൾക്കറിയുന്നത് കേൾക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇൻഷാ അല്ലാ മുന്നോട്ടേക്ക് നമുക്ക് ഒന്നിച്ച് നല്ലൊരു മൂവ്മെന്റ് ആയിട്ട് മുന്നോട്ട് പോകാം ഇൻഷാ അല്ലാ. ലൈല സഈദ ലിൽ ജമീഅ. ശുക്രൻ, മഅസ്സലാമ. ശുക്രൻ. ഇൻഷാ അല്ലാ ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും കൃത്യസമയത്ത് തന്നെ അറിയിക്കും. അപ്പൊ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു ഇൻസ്പിറേഷനും ഇൻസൈറ്റുകളും
നോളജും ഒക്കെ നിങ്ങൾ മനസ്സിലുണ്ടാവണം. പിന്നെ പല ആളുകൾക്കും ഈ മേഖലയെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് പല ആളുകൾക്കും ഒരുപാട് ഡൗട്ടുകൾ ഉള്ളത്. അതൊക്കെ നമുക്ക് ഈ കോഴ്സിലൂടെ ക്ലിയർ ചെയ്യാൻ സാധിക്കണം. ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച മുതൽ നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ ആരംഭിക്കും. അതിന്റെ നിർദ്ദേശങ്ങളൊക്കെ ഗ്രൂപ്പിൽ അറിയിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പൂർത്തീകരിക്കേണ്ട പ്രൊസീജിയേഴ്സ് ഒക്കെ അത് എല്ലാവരും ഞായറാഴ്ചന്റെ മുന്നേ തന്നെ പൂർത്തീകരിക്കണം. അതുപോലെ തന്നെ ഓരോ ദിവസവും തരുന്ന വർക്ക്ഷീറ്റുകളൊക്കെ ഉറക്കുന്നതിന് മുന്നേ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യമൊക്കെ ചിലപ്പോൾ നമുക്ക് ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. കാരണം പുതിയ ഒരു മേഖലയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ബ്രെയിനിൽ അത് പ്രോഗ്രാം ചെയ്യപ്പെടാൻ കുറച്ച് സമയമെടുക്കും. അപ്പൊ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ ചിലപ്പോൾ നമുക്കൊരു ബോറിംഗ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതിനെ നമ്മളൊരു ബോറിംഗ് ആയിട്ട് എടുക്കാതെ നമ്മുടെ ഒരു പുതിയൊരു ഹാബിറ്റ് ആയിട്ട് നമുക്ക് എടുത്താൽ മതിയാകും. അതുപോലെ തന്നെ ലൈവ് സെഷൻസ് കൂടുതലും ബുധനാഴ്ചത്തെ ലൈവ് സെഷൻസ് അമാനത്ത് ഉസ്താദിൻ്റെതാണ്, നമ്മുടെ അബൂബക്കർ സാറിന്റെ പ്രധാനപ്പെട്ട ശിഷ്യൻ. അവരത് രാത്രി 8:30-ക്കാണ്. രാത്രി 8:30 മുതൽ 9:30 വരെ ഉണ്ടാവും, സൂമിലാണ്. അതുപോലെ തന്നെ നമ്മുടെ അക്കാഡമിയുടെ ലൈവ് സെഷൻസ് 8:30, അതുപോലെ ചില ദിവസങ്ങൾ 9, 9:30, അത് ഗ്രൂപ്പിൽ അറിയിക്കും. അപ്പൊ ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമുക്ക് ആ ലൈവിലണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 45 മിനിറ്റ് 50 മിനിറ്റ് നമുക്ക് എന്താക്കാം, അത് ശനി ഞായർ ദിവസങ്ങളിലായിരിക്കും ഉണ്ടാവും. അതിനെക്കുറിച്ച് ഗ്രൂപ്പിലൊക്കെ അറിയിക്കും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ എല്ലാവരും ഇനി മുതൽ വായിക്കാനൊക്കെ തുടങ്ങാം. അറബിയിലും ഇംഗ്ലീഷിലൊക്കെ വായിക്കാൻ തുടങ്ങാം. അതുപോലെ തന്നെ ഗ്രാമറ്റിക്കൽ സൈഡൊക്കെ ഫോക്കസ് ചെയ്യുക. സാറേ, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഉണ്ട്. ഡിവൈസ് ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് വെക്കേണ്ടത്? ലാപ്ടോപ്പ് ആവശ്യമുണ്ടോ? ലാപ്ടോപ്പ് ഉള്ളവരുണ്ടെങ്കിൽ വർക്ക്ഷീറ്റുകൾ വേർഡിൽ ചെയ്ത് അയക്കുന്നത് നന്നായിരിക്കും. ഇല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഫോണിൽ നമുക്ക് അറബിക് കീബോർഡൊക്കെ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ ടൈപ്പ് ചെയ്ത് അയക്കാം. ഇനി അങ്ങനെയും ഇല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ തുടക്കത്തിൽ വേണമെങ്കിൽ നമുക്ക് നോട്ട്ബുക്കിൽ വളരെ വൃത്തിയായി ചെയ്ത് അതിന്റെ ഒരു ക്ലിയർ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലിടും ചെയ്യാം. ഇതിന് ഒഫീഷ്യൽ ഗ്രൂപ്പിലല്ല നിങ്ങളുടെ വർക്ക്ഷീറ്റുകൾ അയക്കേണ്ടത്. അതിന് സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പ് നമ്മൾ അയച്ചു തരും, അതിലേക്കാണ് അയക്കേണ്ടത്. ഒഫീഷ്യൽ ആയിട്ടുള്ള ഗ്രൂപ്പിൽ അലിയുൻ അക്കാഡമി അയക്കുന്നത് ക്ലാസ്സുകൾ, വർക്ക്ഷീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെന്റേഴ്സിന്റെ വോയിസുകൾ അങ്ങനത്തെ ആയിരിക്കും. അതുപോലെ തന്നെ ഡൗട്ടും കാര്യങ്ങളൊക്കെ മെന്റർമാരോട് പേഴ്സണൽ ആയിട്ടാണ് ചോദിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നമുക്ക് ഒഫീഷ്യൽ ഗ്രൂപ്പിൽ വലിയ ഒരു സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു മെസ്സേജ് ഉണ്ടാവണമെന്നില്ല. പക്ഷെ എല്ലാ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ആ ഗ്രൂപ്പിലൂടെയാണ് അറിയിക്കുക. ഓക്കെ. പിന്നെ ഗ്രാജുവലി ഇപ്പൊ ലാപ്പ് ഉള്ളവരാണെങ്കിൽ വേർഡ് യൂസ് ചെയ്യാം. ഓക്കെ. പിന്നെ ഇതിന്റെ കൂടെ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയും. ഓക്കെ പറഞ്ഞ. ഓക്കെ. ഇതിന്റെ കൂടെ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പോ ജിടെക് ഒക്കെ എടുത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ, അഥവാ സ്ഥാപനങ്ങളിൽ പഠിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ വേർഡും എക്സലും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പൊ ഞാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് മന്ത് മിസറിൽ പോവാണ്. മിസറിൽ നമുക്ക് ഫുൾ സ്കോളർഷിപ്പോട് കൂടെ ഈ ഭാഷ പഠിച്ചിട്ട് എന്ത് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് കിട്ടിയത്. ഫ്രീ ആയിട്ട് ഓരോ രാജ്യത്ത് യാത്ര ചെയ്യുക, അവിടെ കോഴ്സ് ചെയ്യാനുള്ള അവസരം കിട്ടുക. നേരെ സെയ്ദ് മുഹമ്മദ് സാർ പറഞ്ഞ പോലെ സൗദിയിൽ ഞാൻ മജ്മ മലിക് സൽമാനിൽ 2 മാസം ഉണ്ടായിരുന്നു, അവിടെ ഫ്രീ ആയിട്ട് കോഴ്സ് ചെയ്യാൻ. അതുപോലെ തന്നെ ഇപ്പൊ മിസറിൽ അൽ അസ്ഹറിലേക്ക് 2 മാസത്തെ 40 ദിവസത്തെ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. അടുത്ത വർഷം മൊറോക്കയിലെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. അങ്ങനെ ഒരുപാട് സ്ഥലം ഈ അറബി ഭാഷ പഠിച്ചതുകൊണ്ട് അവസരമുണ്ട്. അപ്പോൾ നമ്മളായിരിക്കണം അതൊക്കെ ഉപയോഗിക്കേണ്ട ആളുകൾ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ ലെവലിലേക്ക് നമ്മുടെ സ്കില്ല്, നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ നോളജ് ഒക്കെ നമ്മൾ ഡേ ബൈ ഡേ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അതിലേക്ക് നിങ്ങൾ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരും ഇന്ന് തന്നെ നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട് എഴുതാനുള്ള പുതിയൊരു ഡയറിയോ ഒരു നോട്ടോ നിങ്ങൾ വാങ്ങണം. ഒരാൾ പോലും അക്കാഡമിയുടെ ഈ ട്രാൻസ്ലേഷൻ കോഴ്സ് പഴയ നോട്ട് എഴുതരുത്. ഇതിനായിട്ടൊരു 20-25 രൂപ കൊടുത്താൽ ഒരു പുതിയ നോട്ട് കിട്ടും. അത് നിങ്ങൾക്കൊരു റെഫറൻസ് ഗ്രന്ഥമായിട്ട് ഉപയോഗിക്കാൻ കഴിയണം. പറ്റുമെങ്കിൽ 100 രൂപ കൊടുത്തൊരു ഡയറി വാങ്ങിയാൽ നന്നാവും. അലിയുൻ അക്കാഡമിയുടെ 1ാമത്തെ ക്ലാസ് മുതൽ എന്നാണോ നിങ്ങളുടെ കോഴ്സ് അവസാനിക്കുന്നത് അതുവരെയുള്ള മുഴുവൻ കാര്യങ്ങളും
ആ ഡയറിയിലായിരിക്കണം നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. പിന്നീട് ആ ഡയറി വെച്ച് നിങ്ങളും ഇതുപോലെ കോഴ്സ് ഡിസൈൻ ചെയ്യുന്ന ആളുകളെ പഠിപ്പിക്കുന്ന വലിയ ട്രെയിനർമാരായിട്ട് മാറണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ജസ്റ്റ് ഒരു ചെറിയ പേയ്മെന്റ് തന്ന് വന്ന് പഠിച്ച് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി പോകുന്നതിന് പകരം ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് മാറിയിട്ട് കോഴ്സ് പഠിക്കുന്നു, അതിൽ എക്സ്പേർട്ടുകളാകുന്നു, നമ്മളിലൂടെ ആയിരക്കണക്കിന് ആളുകളിലേക്ക് ഈ ഒരു ഏരിയയെ പരിചയപ്പെടുത്തുന്ന ആളുകളായി മാറുക എന്നുള്ളതും കൂടി നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഉണ്ടാവണം. അല്ലാതെ വെറും ഒരു ജോബ്, അതിൽ നിന്ന് കിട്ടുന്ന സാലറി, അതിന്റെ അപ്പുറത്തേക്ക് നമുക്കും ആയിരക്കണക്കിന് സ്റ്റുഡൻസിനെ, നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ ഈ ഒരു വിജ്ഞാനം കൈമാറപ്പെടാൻ പറ്റുന്ന രൂപത്തിലേക്ക് എക്സ്പേർട്ടുകളായിട്ട് മാറാൻ കഴിയണം എന്നും കൂടി നമ്മുടെ വിഷനിൽ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. പഠിക്കാൻ വേണ്ടി അല്യുൻ അക്കാഡമി തിരഞ്ഞെടുത്തതിലും അതുപോലെ തന്നെ ഗ്രാജുവലി നിങ്ങൾ നമ്മുടെ അക്കാഡമിയുടെ അംബാസഡേഴ്സ് ആയിട്ട് മാറും. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തു വലയങ്ങളിൽ നിന്നും ഏറ്റവും നല്ല ബുദ്ധിയുള്ള, വളരാൻ ആഗ്രഹിക്കുന്ന ആളുകളും കൂടി നമ്മുടെ അക്കാഡമിയിലേക്ക് നിങ്ങൾ എന്താക്കണം, കൊണ്ടുവരണം. നമ്മൾ വലിയ മാർക്കറ്റിംഗ് ഒന്നും അക്കാഡമി നടത്താറില്ല. ഓരോ പഠിച്ച കുട്ടികൾ തന്നെയാണ് ഇതിലൊക്കെ ഏകദേശം 70% സ്റ്റുഡൻസിന് നമ്മൾ പഠിച്ച കുട്ടികൾ തന്നെയാണ് ഇതിലേക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോ അതിന്റെ അർത്ഥം അവർ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ ശുക്രൻ ലക്കും ജമീഅൻ, ബാറക്കല്ലാഹു ഫീക്കും, അസ്സലാമു ഔഖാത്തുക്കും ബികുല്ലി ഖൈർ, മഅസ്സലാമ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അശുസ ആ